വരൂല. ഓക്കെ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഞാൻ രഞ്ജിനി ഹരിദാസ് ആൻഡ് ഇന്ന് ഈ മനോഹരമായ വളരെ സന്തോഷമായ ഒരു ന്യൂസുമായിട്ടാണ് ഞാൻ ഇന്ന് എത്തി നിൽക്കുന്നത്. പരിചയമുള്ള എത്രയോ വണ്ടർഫുൾ ആയിട്ടുള്ള ഗസ്റ്റ് ആണ് നമ്മളുടെ കൂടെ എത്തിയിരിക്കുന്നത്. നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ചെന്നാൻ ഒരു കാരണമുണ്ട്. മലയാള സിനിമ എന്ന് പറയുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് മലയാളികൾ തല ഉയർത്തി അഭിമാനത്തോടെ നെഞ്ച് വിരിച്ച് ലോകമെമ്പാടും നടക്കുകയാണ്. ബിക്കോസ് മലയാളം സിനിമ ഈസ് മേക്കിംഗ് അസ് പ്രൗഡ് അല്ലേ. അങ്ങനത്തെ അമേസിംഗ് ആയിട്ടുള്ള ക്രിയേറ്റീവ് അബ്സല്യൂട്ട്ലി സ്പെക്ടാക്യുലർ മൂവീസ് ആയിട്ടാണ് നമ്മളുടെ ഈ വണ്ടർഫുൾ ആൾക്കാർ എത്തുന്നത്, ഈ ക്രിയേറ്റീവ് സോൾസ് എത്തുന്നത്, മലയാളം സിനിമ ലോകത്തിന് മുന്നിൽ പ്രസന്റ് ചെയ്യുന്നത്. അപ്പോൾ മലയാള സിനിമയ്ക്ക് ഒരു മുതൽക്കൂട്ടാവാൻ അതിൻ്റെ ഒരു വണ്ടർഫുൾ അമേസിംഗ് ആയിട്ടുള്ള ഒരു സംഭവം കൂട്ടാൻ വേണ്ടി വി ഹാവ് യെറ്റ് അനദർ ഗ്രേറ്റ് തിങ് ഹാപ്പനിങ്. ഒരു പുതിയ പ്രൊഡക്ഷൻ കമ്പനി മലയാള സിനിമയിൽ കാലെടുത്ത് വെക്കുകയാണ്. ആൻഡ് മലയാള സിനിമ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ കുറേ നല്ല നല്ല സിനിമകൾ ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് സംഭാവന ചെയ്യണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഈ ഒരു പ്രൊഡക്ഷൻ കമ്പനി ഇന്ന് ഇവിടെ തുടക്കം കുറിക്കുന്നതും. ഏറ്റവും വലിയ ആഗ്രഹം ഇവരുടെ എന്ന് പറയുന്നത് നല്ല സിനിമകൾ ചെയ്യുക. ഇൻഫാക്ട് ഏറ്റവും നല്ല സിനിമകൾ കണ്ട് ശീലിച്ച ആൾക്കാരാണ് നമ്മൾ മലയാളികൾ. വി ആർ ദ ബെസ്റ്റ് ഓഡിയൻസ് ടു ജഡ്ജ് എ ഗുഡ് ഫിലിം. അതുകൊണ്ട് തന്നെ മലയാളത്തിൽ ഈ പ്രൊഡക്ഷൻ കമ്പനി എത്തുമ്പോൾ ചുമ്മാ അവരുടെ ലോഞ്ച് മാത്രം ചെയ്തല്ല അവർ വരുന്നത്, ഒരു സിനിമ കൂടെ അവർ ഇന്ന് അനൗൺസ് ചെയ്യുകയാണ്. സോ ടുഡേ വി ഹാവ് ദ ലോഞ്ച് ഓഫ് ദ പ്രൊഡക്ഷൻ കമ്പനി, അതിൻ്റെ കൂടെ തന്നെ ദി അനൗൺസ്മെന്റ് ഓഫ് ദെയർ ഫസ്റ്റ് ഫിലിം. സോ ഒരു ഡബിൾ ധമാക്കയാണ്. നല്ലൊരു കൈയടി തന്നെ ഈ ഒരു അവസരത്തിൽ വേണം. ബിക്കോസ് അവരുടെ ആഗ്രഹം ഈ ഒരു ഹിസ്റ്റോറിക്കലായ ഒരു ദിവസമായി മാറും. മുന്നോട്ട് പോകുമ്പോൾ വലിയ ഒരു പ്രൊഡക്ഷൻ കമ്പനിയായി, ഒരു ഫിലിം പ്രൊഡക്ഷൻ കമ്പനിയായി മാറും നമ്മുടെ മാജിക് ഫ്രെയിംസ് പോലെ അല്ല ലിസ്റ്റ്. ഡെഫിനറ്റ്ലി പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങുക എന്ന് പറയുന്നത് ഒരു ചെറിയ സംഭവമല്ല, അതൊരു വലിയ സംഭവം തന്നെയാണ്. ബിക്കോസ് നമുക്കറിയാം ചിലപ്പം എല്ലാം നന്നായി നടന്നാൽ ഗ്രേറ്റ്, നന്നായി നടന്നില്ലെങ്കിൽ നോട്ട് സോ ഗ്രേറ്റ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ കുറച്ച് നമുക്ക് സംസാരിക്കാം. അതിനെ പറ്റിയ കുറച്ച് ആൾക്കാർ നമ്മളുടെ കൂടെ ഇവിടെയുണ്ട്. ബട്ട് വാട്ട് എവർ ഇറ്റ് ഈസ്, ഈ ഒരു പുതിയ പ്രൊഡക്ഷൻ കമ്പനി മലയാള സിനിമയിലേക്ക് എത്തിക്കുന്ന ആളെയാണ് ആദ്യമായിട്ട് ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഹി ഈസ് ദ വൺ ആൻഡ് ഓൾ ഓഫ് ദ പ്രൊഡക്ഷൻ കമ്പനി. നമ്മുടെ പ്രൊഡ്യൂസറായ ദ വണ്ടർഫുൾ ആമിർ പള്ളിക്കലാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. ആമിറിന് പ്രത്യേകിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ നൽകേണ്ട ആവശ്യമില്ല, ഇവിടെയുള്ള എല്ലാവർക്കും ആമിറിനെ പരിചയമുണ്ട്. പക്ഷെ ഒരു ഡയറക്ടറായിട്ടാണ് നമ്മുടെ മുന്നിൽ ആമിർ ആദ്യം എത്തിയത്. ആയിഷ എന്ന ചിത്രം അല്ലേ, മഞ്ജു വാര്യറിന്റെ അബ്സല്യൂട്ട്ലി സ്പെക്ടാക്യുലർ ആയ ഒരു പെർഫോമൻസ് ആണ് ആയിഷ എന്ന ചിത്രത്തിലൂടെ ആമിർ നമുക്ക് സംഭാവന ചെയ്തത്, കോൺട്രിബ്യൂട്ട് ചെയ്തത്. ഇറ്റ് വാസ് വെരി വെരി വെൽ റിസീവ്ഡ് ആൻഡ് വെൽ അക്ലെയിംഡ്. അതിനുശേഷം ED അതുപോലത്തെ ഒരു സിനിമയിൽ സുരാജേട്ടൻ്റെ ബ്രില്യൻ്റ് ആയ പെർഫോമൻസും വളരെ വലിയ രീതിയിൽ അംഗീകാരം കേട്ട ഒരു പെർഫോമൻസ് ആണ്. ആൻഡ് ഈ രണ്ട് സിനിമയുടെ ഡയറക്ഷന് ശേഷം ആമിർ എടുക്കുന്ന പുതിയ ഒരു ചുവട്, ഒരു പ്രൊഡക്ഷൻ കമ്പനി നമ്മളുടെ മുന്നിൽ കൊണ്ടുവരിക. വെൽ, ഇറ്റ്സ് എ ബിഗ് സ്റ്റെപ്പ്. Can we give him a loud round of applause for doing this? സോ സമയം കളയാതെ തന്നെ ഈ ഒരു പ്രൊഡക്ഷൻ കമ്പനീൻ്റെ ലോഞ്ചിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അതിനെ ലോഞ്ച് ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ ഒരാളെ തന്നെ നമ്മളുടെ കൂടെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യേണ്ടത്. അത് മറ്റാരുമല്ല, 2011 അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ചിത്രത്തിലൂടെ പ്രൊഡ്യൂസ് ചെയ്ത പ്രൊഡക്ഷൻ കമ്പനിയുമായി എത്തി. അതിനുശേഷം തിരിഞ്ഞു നോക്കിയിട്ടില്ല. സത്യം പറഞ്ഞാൽ മലയാളത്തിലായാലും തമിഴിലായാലും മറ്റു ഭാഷയിലായാലും എത്രയോ സൂപ്പർ ഹിറ്റ് movies has been produced by this company, distributed by this company. And our experience in ശേഷം in the Kerala Film Producers Association the secretary of Kerala Film Distributors Association the president. I'm talking about the man behind Magic Frames. Ladies and gentlemen, let's give it up for producer and distributor Liston Stephen. സ്വാഗതം ലിസ്റ്റൻ. സുഖാണോ? ഓക്കെ, അപ്പം ഒരു തലതൊട്ടപ്പം എന്നൊക്കെ വേണമെങ്കിൽ ഇപ്പൊ ലിസ്റ്റിനെ വിളിക്കാം അല്ലെ. അധികം പ്രായമൊന്നും ആയിട്ടില്ലെങ്കിലും കഴിഞ്ഞ ക്ലോസ് ടു 24-25 years ആയി ഒരു പ്രൊഡ്യൂസർ എന്ന രൂപത്തിലും ഭാവത്തിലും ലിസ്റ്റിൻ. അപ്പോൾ ആമിർ ഒരു പ്രൊഡ്യൂസർ, ഒരു പ്രൊഡക്ഷൻ കമ്പനി ഇവിടെ തുടങ്ങുമ്പോൾ അതിന്റെ ഉദ്ഘാടനം ലോഞ്ച് ചെയ്യാൻ വി ഹാവ് ലിസ്റ്റിൻ. Can I please have the remote please? ഇവിടെ ഉണ്ടോ? വെരി ഗുഡ്. ലിസ്റ്റിൻ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് അതങ്ങ് ലോഞ്ച് ചെയ്തോളൂ. നല്ലൊരു ഐഡിയ ആവാം. ഇതിനെക്കുറിച്ച് ഒന്നും നമുക്കറിയില്ല, ഈ പ്രൊഡക്ഷൻ കമ്പനിയുടെ പേര് പോലും അറിയില്ല. നമുക്ക് നോക്കാം. സ്റ്റുഡിയോ ഔട്ട്സൈഡ് നമ്മളുടെ
ആമിർ പള്ളിക്കലിന്റെ ഈ ഒരു മൂവി പ്രൊഡക്ഷൻ കമ്പനിയുടെ പേര്. വളരെ ഡിഫറെൻ്റ് ആയിട്ടാണല്ലോ ആമിർ ഇത് ഞങ്ങളുടെ നാട്ടിൽ കൊണ്ട് തന്നത്. നേരെ മറ്റൊരു ഗ്രഹത്തിൽ നിന്നും ഒരു ഏലിയൻ ഒക്കെ ഇറങ്ങി വരേണ്ടി വന്നു. എക്സ്ട്രാ ടെറസ്ട്രിയൽ ഇന്റർവെൻഷൻ ആയിരുന്നു. അതുകൊണ്ടാണോ സ്റ്റുഡിയോ ഔട്ട്സൈഡർ എന്ന പേര് എന്ന് ചോദിക്കാൻ ആഗ്രഹമുണ്ട്. ലിസ്റ്റൻ, ഇഫ് യു കുഡ് പ്ലീസ് കം ഫോർവേഡ്. നിങ്ങൾ രണ്ടുപേരും കൂടെ വഴക്കിടാണോ ഇപ്പൊ തന്നെ? ഫസ്റ്റ് ലിസ്റ്റിന് എൻ്റെ പേപ്പറിൽ ലിസ്റ്റിന്റെ പേരാണ്, ഞാൻ ലിസ്റ്റിന്റെ പേര് ചോദിക്കേണ്ടി വരും. ലിസ്റ്റൻ സ്റ്റീഫൻ. ഫസ്റ്റ് ഓഫ് ഓൾ വളരെയധികം സന്തോഷമുണ്ട് മലയാള സിനിമയിലേക്ക് ഒരു പുതിയ ഫിലിം പ്രൊഡക്ഷൻ കമ്പനി കടന്നു വരികയാണ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ആമീർ. ആമീർ ഒരു കഴിഞ്ഞ പടം ആമീറിൻ്റെ ഞാനാണ് പ്രൊഡ്യൂസ് ചെയ്തത്. അതിൻ്റെ മുമ്പത്തുള്ള പടം ഞാനാണ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്തത്. അപ്പം അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ശരിക്കും ഞാൻ ആമീറിനോട് ആദ്യം സംസാരിക്കാനായിട്ട് പറഞ്ഞു, വേറെ ഒന്നുമില്ല, ഞാൻ ആ സൗണ്ട് ബോക്സിൻ്റെ ഫ്രണ്ടിലാണ് ഇരുന്നത്. അപ്പോൾ സ്റ്റീഫൻ്റെ മ്യൂസിക്കിൻ്റെ ഫുൾ എന്താ സൗണ്ടുകൾ എനിക്ക് ആവാഹിക്കാനായിട്ട് പറ്റി. എൻ്റെ ശരീരത്തിലേക്ക് കയറിയിട്ടിരിക്കുകയാണ്. എൻ്റെ ഫ്രണ്ടിലിരുന്നുകൊണ്ടിട്ട് ഷിവറിങ് ആയി, അത്രയും മ്യൂസിക്. അതെ 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 അപ്പോൾ അതുകൊണ്ടിട്ട് അതോടെ മാക്സിമം എൻജോയ് ചെയ്യാനായിട്ട് പറ്റി. സിനിമയെ സംബന്ധിച്ച് സിനിമ പ്രൊഡക്ഷനാണ് ഏറ്റവും റിസ്ക് ഉള്ളൊരു ഫീൽഡ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം സിനിമ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് നമ്മുടെ ഒരു കൺട്രോളിലല്ല ആക്ച്വലി ഇരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഒരു ആർട്ടിസ്റ്റിന് ഒരു പനി വന്നാലോ, അല്ലെങ്കിൽ ഒരു ഹർത്താൽ വന്നാലോ, അല്ലെങ്കിൽ ഒരു മഴ വന്നാലോ ഒക്കെ ബാധിക്കുന്നത് പ്രൊഡ്യൂസറെയാണ്. അപ്പം അതുകൊണ്ടിട്ട് ഒരു ചലഞ്ചാണ് എടുത്തേക്കുന്നത്. ഡയറക്ഷൻ എന്ന് പറയുന്നത് ഒരു ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് ആണെങ്കിൽ അതിൻ്റെ ഒരു ഷിപ്പിൻ്റെ പ്രൊഡ്യൂസറൂടെ ആയിട്ട് ആമീർ മാറിയിരിക്കുവാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് ഒരു പുതിയ സ്റ്റെപ്പ് എടുക്കുമ്പോൾ റിസ്ക്കാണ്. എങ്കിലും ഈ റിസ്കിൽ കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. കാരണം മലയാള സിനിമയിൽ 2011 ഞാൻ എൻട്രി ചെയ്യുമ്പോൾ ഞാൻ എന്താണോ ഇന്ന് ഞാനൊരു 10-45-50ഓളം തിയേറ്റർ റൺ ചെയ്യുന്ന ഒരാളോടെയായിട്ട് മാറിയിട്ടുണ്ട് എങ്കിൽ ഇതെല്ലാം എന്നെ സംബന്ധിച്ച് എനിക്ക് സിനിമ തന്നത് മാത്രമാണ്. ഇപ്പോൾ ഒരു 100-200ഓളം ഫിലിം സ്റ്റുഡൻസ് പഠിക്കുന്ന ഒരു സ്ഥാപനമുണ്ട്, സിഫ എന്ന് പറയുന്നത്, ഒരു സ്റ്റുഡിയോയുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നത് എന്നെ സംബന്ധിച്ച് ഞാനൊരു നടനല്ല, ഒരു ഡയറക്ടർ അല്ലാത്തതുകൊണ്ടിട്ട് ഇതെല്ലാം തന്നത് പ്രൊഡക്ഷൻ ഹൗസാണ്, എൻ്റെ ബാനറാണ് എനിക്ക് തന്നത്. അപ്പോൾ അതുകൊണ്ടിട്ട് ഇന്ന് ഇറങ്ങിയ കാന്താര ഉൾപ്പെടെ ഇന്നിപ്പോൾ ഏറ്റവും നല്ലൊരു ദിവസമാണ്. ഇന്ന് ഞാൻ എൻ്റെ ഒരു തിയേറ്റർ തുടങ്ങിയതേ ഉള്ളൂ. അപ്പോൾ അത് ഒരു നല്ല ദിവസം ആയതുകൊണ്ടിട്ടാണ് ഇന്നത് ആരംഭിക്കാനായിട്ട് സാധിച്ചത്. ഇന്ന് കാന്താര എന്ന് പറയുന്നൊരു സിനിമ ഇന്നിപ്പോൾ നമ്മൾ റിലീസ് ചെയ്തു. ഇപ്പം ഞാനിങ്ങോട്ട് വരുന്ന വഴിക്കാണ് ഞാൻ പൃഥ്വിരാജിനോട് വിളിച്ചു പറഞ്ഞിട്ട് കേരളത്തിൽ 50 സ്ക്രീനും കൂടെ ഇപ്പോൾ കൂട്ടിയതേ ഉള്ളൂ. കാരണം അത്ര വലിയ ഹിറ്റായിട്ട് മാറിയിരിക്കുകയാണ് കാന്താര എന്ന് പറയുന്ന സിനിമ. അപ്പോൾ ഇതെല്ലാം ഒരു ദിവസം സംഭവിക്കുകയാണ്. ആമീറിൻ്റെ ഈ പുതിയ പ്രൊഡക്ഷൻ ഹൗസും ഇന്ന് സംഭവിക്കുകയാണ്. അപ്പം ഇതും ഈ പ്രൊഡക്ഷൻ ഹൗസിൽ നിന്ന് വരുന്ന സിനിമയും കാന്താര പോലെ ഒരു വലിയ വിജയമായ ഒരു സിനിമ ഉണ്ടാവട്ടെ, സിനിമയിൽ കൂടുതൽ കോൺഫിഡൻസ് കിട്ടട്ടെ എന്ന് വ്യക്തിപരമായിട്ട് ഞാൻ ആശംസിക്കുകയാണ്. പിന്നെ പ്രൊഡ്യൂസർ അസോസിയേഷനിൽ മെമ്പർ ആകാനുള്ള അതിൻ്റെ ചാർജസൊക്കെ ഞാൻ വഴിയെ പറഞ്ഞു തരാം. മെമ്പർഷിപ്പ് ഫീ ഉണ്ട്, അപ്പോൾ അതൊക്കെ ഞാൻ അസോസിയേഷനിൽ നിന്ന് പറഞ്ഞു തരാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഒരു ഫ്രണ്ടായിട്ടുള്ള അമീറിന് എൻ്റെ എല്ലാവിധ ആശംസകളും. വെൽക്കം ടു ദ ഫിലിം ഇൻഡസ്ട്രി പ്രൊഡ്യൂസർ അസോസിയേഷൻ. That is so wonderful. I mean, definitely നിങ്ങൾ കൂട്ടുകാരാണ് എന്ന് വളരെ എവിഡന്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ലിസ്റ്റിൻ വന്നത്. പക്ഷെ ലിസ്റ്റിൻ ഒരു വലിയൊരു പ്രൊഡക്ഷൻ കമ്പനിയുടെ ഒരു സ്ഥാപകരാണല്ലോ. അതുകൊണ്ടാണോ ചെവി പൊട്ടിച്ച് കൊല്ലാൻ നോക്കിയത്? I'm joking. ഈ സ്റ്റുഡിയോ ഔട്ട്സൈഡേഴ്സ് എന്ന് പറഞ്ഞ ആ ഏലിയന് സൈക്കോ എന്ന പേരും കൂടി ഉണ്ട് കേട്ടോ. സൈക്കോ ആണ് നമുക്ക് വേണ്ടി സ്റ്റുഡിയോ ഔട്ട്സൈഡേഴ്സ് കേരളത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ആമിർ പള്ളിക്കലാണ് പ്രൊഡ്യൂസറായി കാലെടുത്ത് വെക്കുന്നത്. ഇനി ആമിർ പറയൂ, ഹൗ ആർ യു ഫീലിംഗ് അബൌട്ട് യുവർ ലോഞ്ച് ടുഡേ? എല്ലാവർക്കും നമസ്കാരം. ആദ്യം താങ്ക് യു ലിസ്റ്റിൻ. ഈ ഒരു പ്രൊഡക്ഷൻ ഹൗസിൻ്റെ എൻ്റെ അടുത്ത് നേരത്തെ അവിടെ ഇരിക്കുമ്പോൾ ലിസ്റ്റിൻ ചോദിച്ചു, അതായത് ഞാൻ ചെയ്യണം എന്താ, ഞാൻ വേറെ ആരെയും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുള്ള രീതിയിലാണ് എൻ്റെ അടുത്ത് ചോദിച്ചത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ന് മലയാള സിനിമയിൽ നമ്മളൊരു പ്രൊഡക്ഷൻ ഹൗസിനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ, അതല്ലെങ്കിൽ ഒരു സിനിമയുടെ ലോഞ്ചിനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ, എനിക്ക് മാത്രമല്ല, ഞാൻ ഇപ്പോൾ നേരത്തെ ലിസ്റ്റിൻ തന്നെ പറഞ്ഞു, എൻ്റെ ആദ്യ സിനിമ ആയിഷ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത് ലിസ്റ്റിനാണ്.
കഴിഞ്ഞ സിനിമ എൻ്റെ ഈ എക്സ്ട്രാ ഡീസൻ്റ് പ്രൊഡ്യൂസ് ചെയ്ത ലിസ്റ്റിനാണ്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായി ഒരു പ്രൊഡ്യൂസറുടെ മുന്നിൽ പോയി കഥ പറയുന്നത് ലിസ്റ്റിൻ്റെ അടുത്താണ്. അതൊരു 5-6 വർഷം മുമ്പായിരുന്നു അത്. അന്ന് പക്ഷേ അത് ചെയ്തില്ല. അപ്പോൾ ഇപ്പോൾ ലിസ്റ്റിന് ഇത് ചെയ്യുമ്പോൾ ഉള്ളത് എല്ലാം ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ചാത്തൻ്റെ കാലമാണല്ലോ. അപ്പോൾ എൻ്റെ കൂടെ എല്ലാ സമയത്തും ചാത്തനായി ലിസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ടും ഈ ഒരു പിന്തുണ ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എനിക്കപ്പുറത്തേക്ക് ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവരെയും, അതിന് ഔപചാരികത ആവശ്യമില്ല എന്നറിയാം, എങ്കിലും സ്റ്റുഡിയോ ഔട്ട്സൈഡേഴ്സിന് വേണ്ടി നിങ്ങൾ ഓരോരുത്തരെയും, ഈ മുന്നിലിരിക്കുന്ന ആർട്ടിസ്റ്റും ടെക്നീഷ്യൻസും ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളെയും, അതുപോലെ തന്നെ മീഡിയ പേഴ്സൺസ്, നമ്മുടെ കുടുംബം, ഫാമിലി, മറ്റ് ഇവിടുത്തെ നമ്മുടെ സുഹൃത്തുക്കൾ, കൊച്ചിയിലുള്ളവർ, നാട്ടിൽ നിന്ന് വന്നവർ എല്ലാവരെയും ഈ ഒരു ചടങ്ങിലേക്ക് ആദ്യം തന്നെ സ്വാഗതം ചെയ്യുകയാണ് എൻ്റെ സ്റ്റുഡിയോ ഔട്ട്സൈഡേഴ്സിൻ്റെ പേരിൽ. സാധാരണ കുറേ സംസാരിക്കുന്നില്ല. നമുക്ക് ഇങ്ങനെ ഒരു പ്രൊഡക്ഷൻ ഹൗസ് വരിക എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞതുപോലെ ഇത് ഏറ്റവും റിസ്ക് ഉള്ള ഒരു പണിയാണെന്ന് അറിയാം. സംവിധാനം തന്നെ വലിയൊരു മല ചുമന്നു കൊണ്ടുപോകുന്ന പണിയാണ്. അതിൻ്റെ കൂടെ ഇതുകൂടി ആവുക എന്ന് പറയുമ്പോൾ എനിക്ക് ഞാൻ 2 സിനിമയാണ് ചെയ്തത്. ആദ്യ സിനിമയുടെ പ്രൊഡ്യൂസർ സക്കരിയ ആയിരുന്നു. സുഡാനി ഫ്രം നൈജീരിയൊക്കെ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള സക്കരിയ ആയിരുന്നു എൻ്റെ ആദ്യ സിനിമ പ്രൊഡ്യൂസ് ചെയ്തത്. 2ാമത്തെ സിനിമ എല്ലാവർക്കും അറിയുന്ന ലിസ്റ്റിനായിരുന്നു. എനിക്ക് ആദ്യ സിനിമയെ ഒരു ആദ്യ സിനിമയുടെ ഒരു സംവിധായകൻ നേരിടേണ്ടി വരുന്ന രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടുകളും എന്ന് വെച്ചാൽ അതിൻ്റെ ബഡ്ജറ്റിൻ്റെ കാര്യമൊക്കെ എനിക്ക് നേരിടേണ്ടി വന്നിട്ടില്ല. അതിനേക്കാളും കൂളായിട്ടാണ് ഞാൻ എൻ്റെ 2ാമത്തെ സിനിമ ചെയ്തത്. മാജിക് ഫ്രെയിംസിൽ സിനിമ ചെയ്യുമ്പോഴുള്ള എല്ലാ സന്തോഷവും സമാധാനവും ഞാൻ ആ സിനിമയിലും അനുഭവിച്ചിരുന്നു. അപ്പോൾ 3ാമതൊരു സിനിമയിലേക്ക് ഞാൻ എത്തുമ്പോൾ എന്തുകൊണ്ട് പ്രൊഡക്ഷനിലേക്ക് കടന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ 2 സിനിമ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഏകദേശം നമുക്ക് എല്ലാം പഠിച്ചു എന്നുള്ളതല്ല, മറിച്ച് നമ്മുടെ നട്ടല്ലായി, ബാക്ക് ബോണായി കൂടെ നിൽക്കാൻ ആളുണ്ട് എങ്കിൽ നമുക്കൊന്ന് ഒരു റിസ്ക് തന്നെയാണ് എല്ലാ അർത്ഥത്തിലും. ഒരു റിസ്ക് എടുത്ത് നോക്കാം എന്നുള്ളതാണ് ഈ ഒരു സിനിമയിലേക്ക്, പ്രൊഡക്ഷൻ ഏരിയയിലേക്ക് ഇറങ്ങാനുള്ള കാരണം. പിന്നെ നമുക്ക് അത്രയും വിശ്വാസമുള്ള, അത്രയും ഉറപ്പുള്ളൊരു പ്രണയ കഥയാണ്, ഒരു ക്യാമ്പസ് ചിത്രമാണ്. സാധാരണ മലയാളത്തിൽ ക്യാമ്പസ് ചിത്രങ്ങൾ, പ്രണയ സിനിമകൾ നല്ല രീതിയിൽ വരികയാണെങ്കിൽ ഇത് കയ്യും നീട്ടി സ്വീകരിക്കുന്ന പ്രേക്ഷകരാണുള്ളത്. അതാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ധൈര്യം. പിന്നെ എക്കാലത്തും എൻ്റെ സിനിമയുടെ സ്വപ്നങ്ങൾക്കൊപ്പം എല്ലാ അർത്ഥത്തിലും എൻ്റെ കൂടെ നിന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതെനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആള് മന്മഥേട്ടനാണ്. മന്മഥേട്ടൻ ഇവിടെയാണ്. മന്മഥൻ ഒന്ന് വരുമോ പ്ലീസ്? മന്മഥേട്ടൻ ആണ് ഈ സ്റ്റുഡിയോ ഔട്ട്സൈഡേഴ്സിൻ്റെ ബാക്ക് ബോർഡ്. ഇപ്പോൾ ബഹ്റൈനിൽ ഇപ്പോൾ ഒരു അരമണിക്കൂർ മുമ്പ് വന്ന് ലാൻഡ് ചെയ്തേ ഉള്ളൂ. മന്മഥേട്ടൻ വന്നതുപോലെ തിരിച്ച് പോവുകയും ചെയ്യും. അതിനിടയിൽ മന്മഥേട്ടനും കൂടി ഈ അവസരത്തിൽ നന്ദി അറിയിക്കുകയാണ്. ഏതെങ്കിലും ഒരു ബോൺ ഇതിൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പായിരുന്നു. ഇതായിരുന്നു ബാക്ക് ബോൺ ഇപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ അത് അത്രയെങ്കിലും നമ്മൾ പറയണ്ടേ. അപ്പോൾ അത് ബാക്ക് ബോണും എല്ലാ ബോണും. അപ്പോൾ ആ അർത്ഥത്തിൽ എല്ലാവർക്കും ഒരുപാട് സന്തോഷം നൽകുന്ന ഏറ്റവും നല്ല രീതിയിൽ ഉള്ള ഒരു സിനിമയായിരിക്കും. മാത്രമല്ല ഈ സിനിമയുടെ മറ്റു വിവരങ്ങളെല്ലാം വൈകി പറയാനുള്ള ആളുടെ ആ പണി ഞാൻ എടുക്കുന്നില്ല. അതെ, കുറേ ഉണ്ട് പറയാൻ. കുറച്ച് സഹായിച്ചാൽ ഞാൻ ഐ അപ്രീഷിയേറ്റഡ്. ഓക്കെ, സോ നൗ ആമിർ പള്ളിക്കൽ അദ്ദേഹം ഒരു പ്രൊഡ്യൂസറായി കാലത്ത് വെച്ചു സ്റ്റുഡിയോ ഔട്ട്സൈഡേഴ്സിന്റെ ലോഞ്ച് ലിസ്റ്റ് ഇവിടെ നടത്തി. അപ്പം ഇനി നമുക്ക് ആ സിനിമയും കൂടെ അങ്ങ് അനൗൺസ് ചെയ്താലോ? ഷാൽ വി നോട്ട് വേസ്റ്റ് എനി ടൈം? ലെറ്റ്സ് നോട്ട് വേസ്റ്റ് എനി ടൈം. ഓക്കെ, അപ്പോൾ ഇവരുടെ സ്റ്റുഡിയോ ഔട്ട്സൈഡേഴ്സിന്റെ ആദ്യത്തെ ചിത്രം നമ്മൾ ഇവിടെ ലോഞ്ച് ചെയ്യാൻ പോവാണ്. വീവ് ഗോട്ട് ദ ഡയറക്ടർ ഹിയർ. യെസ് എക്സാക്ട്ലി. തീർച്ചയായിട്ടും നമ്മുടെ ഡയറക്ടർ ആൻഡ് നമ്മുടെ പ്രൊഡ്യൂസർ ഇവിടെയുണ്ട്. അപ്പം ഈ ഒരു സിനിമ അതിൻ്റെ റൈറ്ററിനെയും കൂടെ വേദിയിലേക്ക് വിളിക്കാൻ ഞങ്ങൾക്ക് ഒരു ആഗ്രഹമുണ്ട്. ഇതിൻ്റെ റൈറ്റർ എനിക്ക് വളരെ ഫെമിലിയർ ആയ ഒരു വ്യക്തി കൂടിയാണ്. ഹീസ് എ ഗ്രേറ്റ് റൈറ്റർ. വളരെ ചെറിയ കാലം മുതൽ ചെറിയ സ്റ്റോറീസും കഥകളും നോവലുകളും ഒക്കെ എഴുതി എല്ലാം വളരെ വലിയ ബെസ്റ്റ് സെല്ലേഴ്സ് ആയി മാറിയ ഒരു ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു എഴുത്തുകാരനാണ്. വെരി ലവിങ്, സ്വീറ്റ്, ഹംബിൾ മാൻ. ആൻഡ് വാട്ട് മേക്സ് ഹിം ഈവൻ മോർ സ്പെഷ്യൽ ഇസ് ആദ്യത്തെ ബുക്കൊക്കെ എഴുതിയത് 17 വയസ്സിലാണ്. ഡിഫറെന്റ് ജോണേഴ്സിൽ എഴുതും, ഹൃദയം തൊട്ടുന്ന രീതിയിൽ എഴുതും. ആൻഡ് ഹീസ് അബ്സല്യൂട്ട്ലി വണ്ടർഫുൾ. ആദ്യമായിട്ടാണ് അദ്ദേഹം ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരു കഥ എഴുതുന്നത്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമയാണ്. അതുകൊണ്ട് തന്നെ വി ആർ വെരി എക്സൈറ്റഡ്. അദ്ദേഹത്തിൻ്റെ എഴുത്തുകളും നോവലുകളും ബെസ്റ്റ് സെല്ലേഴ്സ് ആയ രീതിയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ സിനിമയ്ക്ക് വേണ്ടിയുള്ള കഥകളും വലിയ ഹിറ്റ് ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ആൻഡ് വേദിയിലേക്ക് ഐ വുഡ് ലൈക്ക് ടു വെൽക്കം നോവലിസ്റ്റ് ആൻഡ് റൈറ്റർ, ഞാൻ സ്നേഹത്തോടെ LK എന്നാണ് വിളിക്കുന്നത്, അദ്ദേഹം ലിജീഷ് കുമാർ. വെൽക്കം ആൻഡ് കൺഗ്രാറ്റുലേഷൻസ്. ഇതാണ് നമ്മളുടെ അനൗൺസ് ചെയ്യാൻ പോകുന്ന സ്റ്റുഡിയോ ഔട്ട്സൈഡേഴ്സ് ചിത്രത്തിന്റെ റൈറ്റർ. സോ ആർ യു ഗൈസ് റെഡി? നമുക്ക് സിനിമ ലോഞ്ചിലേക്ക് കിടക്കാം. നല്ലൊരു കൈഡിയോടെ ഷാൽ വി ഡു ഇറ്റ്? ലിസ്റ്റിംഗ് തന്നെ ലോഞ്ച് ചെയ്യും എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ലോഞ്ച് ചെയ്ത കഴിഞ്ഞ ശേഷം എല്ലാവരും ഇവിടെ വരണം കേട്ടോ, അല്ലെങ്കിൽ
Okay, let's go. Listen, let's go. Correct? And ബാക്കി അവിടെ എഴുതിയേക്കാൻ എനിക്ക് വായിക്കാൻ പറ്റില്ല, പക്ഷെ കഥ തിരക്കഥ സംഭാഷണമായിരിക്കണമല്ലോ. ലിജീഷ് കുമാർ, അപ്പൊ ഒന്ന് ഫ്രണ്ടിൽ വന്ന് നിൽക്കൂ. ഡയറക്ടർ, പ്രൊഡ്യൂസർ, സ്ക്രീൻ പ്ലേ, ഡയലോഗ്സ് ആൻഡ് റൈറ്റർ ഫ്രണ്ടിൽ വരൂ പ്ലീസ്. നന്നായി ഒന്ന് കൈപിടിച്ചു കൊടുക്കും. മലയാള സിനിമയിലേക്ക് എത്താൻ പോകുന്ന പുതിയൊരു പ്രൊഡക്ഷൻ കമ്പനിയുടെ ഏറ്റവും ആദ്യ ചിത്രമാണ് പ്രേം പാറ്റ. ഇങ്ങനെയൊന്ന് കൈപിടിച്ചാൽ പോരാ, കേൾക്കുന്നില്ല. വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ്. ഇപ്പം ലിസ്റ്റിൽ എനിക്കൊരു ആഗ്രഹമുണ്ട്, നമ്മളുടെ ഈ ഒരു ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് കയറി വരുന്ന പുതിയ ഒരു രണ്ടുപേരാണല്ലോ, അദ്ദേഹം പ്രൊഡ്യൂസറായിട്ടും അദ്ദേഹം റൈറ്ററായിട്ടും. നമുക്ക് അവർക്കൊരു ഒരു ആദരവ് നൽകട്ടെ, ഒരു മെമെന്റോ നൽകി നമുക്ക് അവർ വരുന്നു ഈ ഇൻഡസ്ട്രിയിലേക്ക്. ലിസ്റ്റിൻ തന്നെ അത് ചെയ്യുന്നത് നന്നായിരിക്കും. Can I please have the memento on stage, please? സ്റ്റുഡിയോ ഔട്ട്സൈഡേഴ്സിന്റെ എല്ലാമായ പ്രൊഡ്യൂസർ ആമർ പള്ളിക്കൽ, താങ്ക് യു ലിസ്റ്റിൻ. അതുപോലെ തന്നെ ലിജീഷിന് മെമെന്റോയും ലിസ്റ്റിൻ തന്നെ നൽകുന്നു. മലയാള സിനിമാ മേഖലയിലേക്ക് ഒരു എഴുത്തുകാരനായി ഇതായെത്തിയിരിക്കുന്നു ലിജീഷ് കുമാർ. അദ്ദേഹത്തിന്റെ കഥ, തിരക്കഥാ, സംഭാഷണം നിങ്ങൾ കാണും ഏറ്റവും പുതിയ ചിത്രമായ പ്രേം പാറ്റയിൽ. ഇനി നമ്മളുടെ ഈ ഒരു ചടങ്ങിൽ ഗസ്റ്റായി വന്ന സുഹൃത്താണ് ലിസ്റ്റിന്റെ വലിയ രീതിയിലുള്ള ഒരു സപ്പോർട്ട് ആമറിന് ഉണ്ടായിട്ടുണ്ട്. നല്ലൊരു കാര്യം എടുക്കാം. മലയാള സിനിമയിലെ വൺ ഓഫ് ദ ഫൈനസ്റ്റ് പ്രൊഡ്യൂസേഴ്സ്, മാജിക് ഫ്രെയിംസിലെ ലിസ്റ്റിൻ സ്റ്റീഫൻ. താങ്ക് യു. സോനെ കുറിച്ച് അറിയാൻ ഒരു താല്പര്യമുണ്ട്. പ്രേം, ഓക്കെ, പ്രേമം, പാറ്റ എവിടുന്ന് വന്നു? പാറ്റ, ഇത് രണ്ടും കൂടെ എങ്ങനെ ഒരു സിനിമയിൽ ഒരു കഥയായി എത്തുമെന്നൊക്കെ ചോദിക്കും എനിക്കുണ്ട്. ബട്ട് വാട്ട് എവർ ഇറ്റ് ഈസ്, ഈ ഒരു അവസരത്തിൽ ഈ ഒരു ടീമിനെ കൺഗ്രാജുലേറ്റ് ചെയ്യാൻ വേണ്ടി വി ഗോട്ട് സോ മെനി വണ്ടർഫുൾ പീപ്പിൾ. കുറേ ആൾക്കാർ ആശംസകളുമായി എത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും ആദ്യം ഞാൻ വിളിക്കാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് ഒരുപാട് പരിചയമുള്ള, നമ്മൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട, ഒരു രീതിയിലും ഒരു ആമുഖം ആവശ്യമില്ലാത്ത ഒരു വ്യക്തിയാണ്. ചെറുപ്പകാലം മുതലേ ഇദ്ദേഹത്തെ ഒരു അവതാരകനായും ഒരു വെറ്ററൻ ജേർണലിസ്റ്റ് ആയിട്ടും നമ്മൾ കണ്ടുവരുന്നു. ടുഡേ ഹി ലീഡ്സ് വൺ ഓഫ് ദി മോസ്റ്റ് ഫൈനസ്റ്റ് ചാനൽസ് ആൻഡ് ന്യൂസ് ചാനൽസ് ഇൻ കേരള, ദ മാനേജിംഗ് ഡയറക്ടർ ഓഫ് ഫ്ലവേഴ്സ് TV and 24 News. Ladies and gentlemen, നല്ലൊരു കൈയടിയോടെ ലെറ്റ്സ് വെൽക്കം ശ്രീകാന്ത് നായർ. വെൽക്കം ശ്രീകാന്ത് സർ. കൈയടി ഒന്നുമില്ല. പ്രിയമുള്ളവരെ, കുഞ്ഞുകളിലൊന്നും ഞാനങ്ങനെ പോകാറില്ല, എന്നെ നിങ്ങളങ്ങനെ കണ്ടു കാണത്തുമില്ല. നമ്മളൊരു എപ്പോഴും ഒരു കവറേജ് പാർട്ടിയാണ്. ദൂരെ നിന്ന് കവർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. കവർ ചെയ്യപ്പെട്ടാൽ നമുക്ക് ആത്മസംതൃപ്തി കിട്ടും, നാട്ടുകാർക്ക് കിട്ടും, അത്യാവശ്യം ചാലി നടന്നു പോവുകയും ചെയ്യും. പക്ഷേ ലിജീഷ് എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ്. ലിജീഷിൻ്റെ കുറിപ്പുകളൊക്കെ ഞാൻ സശ്രദ്ധം വായിക്കാറുണ്ട്. മാത്രമല്ല, ഈ ചെറുപ്പക്കാരിൽ ചില സാധാരണമല്ലാത്ത ചില ഗുണഗണങ്ങളുണ്ട് എന്ന് ഞാൻ ഈ അടുത്ത കാലത്തല്ല കുറച്ച് കാലമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. മാത്രമല്ല, ഇദ്ദേഹം കൈവയ്ക്കുന്ന മേഖലകളിലൊക്കെ തന്നെ ഇദ്ദേഹത്തിനൊരു മേൽവിലാസം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഐഷയുടെ സംവിധായകൻ നിർമ്മാതാവായി രൂപം മാറുമ്പോൾ ഒരുപക്ഷെ എനിക്ക് പോലും ഇവിടെ ഇരുന്നപ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു, വയസ്സാം കാലത്ത് ഈ പ്രൊഡക്ഷൻ കമ്പനി വല്ലതും തുടങ്ങണോ? അപ്പോൾ ലിസ്റ്റിനൊക്കെ ഇവിടെ ഉണ്ടായതുകൊണ്ട് അപകടം പിടിച്ച വഴിയാണല്ലോ എന്ന് അദ്ദേഹം തന്നെ പറയുകയുണ്ടായി. പക്ഷെ എന്നാലും ഞാൻ ഒരു കാര്യം പറയാം, ഫ്ലവേഴ്സും ചലച്ചിത്ര രംഗത്തേക്ക് ചെറുതായിട്ട് കടക്കുകയാണ്. നമ്മളിപ്പോൾ ഈ അമരം ഈ ഉടനെ തന്നെ റിലീസ് ചെയ്യുകയാണ്. അത് ബാബു തിരുവല്ലയുമായിട്ട് ചേർന്ന് ഫ്ലവേഴ്സാണ് അത് ചെയ്തിരിക്കുന്നത്. നവംബർ ആദ്യം അത് തിയേറ്ററിലെത്തും, അത് റെഡിയായിരിക്കുകയാണത്. അപ്പം എന്തെങ്കിലുമൊക്കെ മലയാള സിനിമയിൽ ചെയ്യാൻ നമുക്കും താല്പര്യമുണ്ട്. മലയാള സിനിമയ്ക്ക് ഒപ്പം ഒഴുകാനാണ് നമ്മുടെ ഈ ശ്രമം. ഇനി ഈ പ്രേംപാറ്റ എന്ന സിനിമ രഞ്ജിനിക്ക് തോന്നിയ പോലൊരു സംശയം എനിക്കുമുണ്ട്. ഈ പൂമ്പാറ്റയുടെ ചേട്ടനാണോ പ്രേംപാറ്റ എന്ന് എനിക്ക് ആദ്യം തന്നെ ഡൗട്ട് തോന്നിയിരുന്നു. എന്തായാലും ലിജീഷ് കുമാർ എഴുതുന്ന കഥയായതുകൊണ്ട് അതിനെന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാകും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മലയാള സിനിമയിൽ ഇവരുടെ ഈ പിന്നെ എനിക്ക് തോന്നി ഇതിനകത്തെ ഈ സ്റ്റുഡിയോ ഔട്ട്സൈഡേഴ്സ് എന്നുള്ളത് ചിലപ്പം സ്റ്റുഡിയോ ഇൻസൈഡേഴ്സ് എന്നിട്ടായിരുന്നാലും കുഴപ്പമില്ലായിരുന്നു അല്ലേ? പക്ഷേ ഇവർ പുറംവാതിൽ ചിത്രീകരണത്തിന് പോകുന്നവരായതുകൊണ്ടാണോ ഇനി പുറത്തുള്ള ഈ ബാക്ക് ബോർഡുകളെ അകത്തേക്ക് ക്ഷണിക്കാനായതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ആ ബാക്ക് ബോൺ എന്ന് പറയുന്ന ആ മന്മഥേട്ടൻ കയറി വരുമ്പോൾ ഒരു രക്തസാക്ഷിയുടെ മുഖം ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം
അദ്ദേഹം വളരെ ഉല്ലാസത്തോടെ തിരിച്ച് ഇന്ന് ലാൻഡ് ചെയ്തേ ഉള്ളെന്ന് പറഞ്ഞു. അദ്ദേഹം മലയാള സിനിമയിലേക്കാണ് ലാൻഡ് ചെയ്തതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അദ്ദേഹത്തിന് നല്ല ദിവസങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. മന്മഥേട്ടനെ എനിക്ക് ശരിക്കും അറിയത്തില്ല കേട്ടോ. ഞാനിവിടെ ഈ ബാക്ക് ബോൺ എന്ന് കേട്ടപ്പം എല്ലാ പരിപാടിക്കും ഒരു ബോൺ വേണമല്ലോ എന്നുള്ളത് കൊണ്ട് ഞാൻ ആസ്വദിച്ചു പോയതാണ്. അതല്ല, ആമിർ അദ്ദേഹത്തെ നോക്കി ഒരു ചിരി ചിരിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ആ ചിരിക്ക് നമ്മുടെ ഹരികൃഷ്ണ സിനിമ പറഞ്ഞൊരു 100,000 അർത്ഥമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അദ്ദേഹത്തിന് എല്ലാ ആശംസകളും. അപ്പോൾ ഈ ആമിറിനും അതുപോലെ ലിജീഷിനും നല്ല ഒരു 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 സൃഷ്ടിയാകട്ടെ. രഞ്ജിനി പറഞ്ഞതുപോലെ നമ്മുടെ ലാലേട്ടനും ഒക്കെ സിനിമയിൽ ഇപ്പോൾ ദേശീയ തലത്തിൽ വളരെ ശ്രദ്ധ നേടുന്ന ഒരു കാലമാണ്. മാത്രമല്ല എന്നെയൊക്കെ വളരെ അഭിമാനത്തോടെ അല്ലെങ്കിൽ സന്തോഷിപ്പിച്ചൊരു കാര്യം, നമ്മൾ ആ ദേശീയ പുരസ്കാരം കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഷാരൂഖ് ഖാൻ എന്ന് പറയുന്ന ലോകമറിയുന്ന ഏറ്റവും വലിയ നടൻ പോലും നമ്മുടെ മോഹൻലാലിൻ്റെ മുന്നിൽ വല്ലാതെ ചുരുങ്ങി പോകുന്നത് നമ്മൾ കണ്ടു. അവിടെ എല്ലാം അടിമുടി നിറഞ്ഞിരുന്നത് മോഹൻലാലായിരുന്നു. മാത്രമല്ല നമ്മുടെ വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് നിങ്ങളൊരു ഉഗ്രൻ നടനാണ് എന്ന് പറയുമ്പോൾ അതിനൊരുപാട് അർത്ഥങ്ങളുണ്ട്. വാർത്താവിതരണ വകുപ്പ് സെക്രട്ടറി IAS ഓഫീസർ അദ്ദേഹത്തിന് ലാലേട്ടാന്ന് വിളിക്കുന്നു. അങ്ങനെ ഇന്ത്യ മുഴുവൻ ഈ മലയാളത്തിൻ്റെ അഭിമാനമായി ലാല് കത്തിജ്വലിക്കുമ്പോൾ ഓരോ മലയാളിക്കും രോമാഞ്ചം ഉണ്ടായി കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മാത്രമല്ല ഈയിടെ കുറച്ചു കാലം മുമ്പ് ഒരു 4-5 മാസങ്ങൾക്ക് മുമ്പ് ഞാനൊരു യാത്രക്കിടയിൽ ഒരു കൊറിയക്കാരനെ പരിചയപ്പെട്ടു. അപ്പം അയാൾ എന്നോട് ചോദിച്ചു, ഞാൻ മലയാള സിനിമകൾ കാണാറുണ്ട് എന്ന് ഈ കൊറിയക്കാരൻ എന്നോട് പറഞ്ഞു. ഞാൻ ആദ്യമായിട്ട് മുഖത്തേക്കൊന്ന് നോക്കി. ഇപ്പോൾ ഈ വിവരത്തിന് വളരെ എളുപ്പമായൊരു കാലത്ത് ആണ് നിൽക്കുന്നത്. അയാൾ എന്നോട് ചോദിച്ചു, ഹൗ ഈസ് യുവർ ഫഹദ് ഫാസിൽ എന്നാണ് ചോദിച്ചു. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ആലപ്പുഴയിലുള്ള ആൾക്കാരെ ഇതിൻ്റെ ഫാസിലിൻ്റെ മകൻ എങ്ങനെയുണ്ട്, സുഖമാണോ എന്ന് ചോദിക്കുന്ന പോലെ കൊറിയയിലുള്ള ഒരു മനുഷ്യൻ ചോദിക്കുകയാണ് ഹൗ ഈസ് യുവർ ഫഹദ് ഫാസിൽ. അയാൾ എന്നിട്ട് പറഞ്ഞു, ഈസ് എ ബ്രില്യൻറ്റ് ആർട്ടിസ്റ്റ് ദാറ്റ് ഐ ഹാവ് എവർ സീൻ ഇൻ മൈ ലൈഫ് എന്നുകൂടെ പറയുന്നു. അപ്പോൾ മലയാള സിനിമ അതിർത്തികളൊക്കെ കടന്ന് ലോകോത്തരമാകുന്ന ഏറ്റവും അത്ഭുതകരമായ കാഴ്ചയ്ക്കാണ് നമ്മൾ ഈ കാലത്ത് സാക്ഷ്യം വഹിക്കുന്നത്. സിദ്ദിഖിനെ പോലെ ഇരുത്തം വന്ന എത്രയോ നടന്മാർ നമുക്ക് മലയാള സിനിമയിലുണ്ട്. ഇവിടെ വന്നിരിക്കുന്ന പുതിയ നടന്മാരെയൊക്കെ ഞാൻ വളരെ സന്തോഷത്തോടെ ആദരിക്കുന്നു. കാരണം മലയാള സിനിമ യഥാർത്ഥമായ വഴിയിലൂടെ സഞ്ചരിക്കുന്ന ഒരു കാലത്താണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പോൾ വളരെ സന്തോഷം. ലിജീഷ് കുമാറിൻ്റെ ഈ സൃഷ്ടി മലയാളികളും മലയാളത്തിനപ്പുറമുള്ള നമ്മുടെ പ്രേക്ഷകരും ഒക്കെ ആസ്വദിക്കട്ടെ. അതുപോലെ ആമിറിൻ്റെ ഈ പ്രൊഡക്ഷൻ കമ്പനിയും അതേപോലെ നമ്മുടെ ബാക്ക് ബോണായ നമ്മുടെ മന്മഥേട്ടനും ഒക്കെ നല്ല ദിവസങ്ങൾ സമ്മാനിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. എല്ലാവിധ ഭാവുകളും. ഗുഡ് ബൈ. Thank you so much, Srikandan sir, for your narmam naranja ആശംസ. We really appreciate it. Srikandan sir ഒരു memento കൊടുത്ത് നമ്മളുടെ one of our crew members-നെ ആദരിക്കുകയാണ്. ഇൻഫാക്ട് കുറേ അധികം ആൾക്കാർ ഈ ഒരു ജേർണിയിൽ നമ്മളുടെ കൂടെയുണ്ട് ആസ് പാർട്ട് ഓഫ് സ്റ്റുഡിയോ ഔട്ട്സൈഡേഴ്സ്. അതിൽ നമ്മൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരു മ്യൂസിക് ഡയറക്ടർ ആദ്യമായി ഒരു പ്രൊഡ്യൂസറായിട്ട് ഒരു സിനിമയിൽ എത്തുകയാണ്. അത് പ്രേം പാറ്റ എന്ന സ്റ്റുഡിയോ ഔട്ട്സൈഡേഴ്സിൻ്റെ സിനിമയാണ്. അത് മറ്റാരുമല്ല, നമ്മൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട സെലിബ്രിറ്റി മ്യൂസിക് director Ankit Menon. Can we give it up for Ankit? Ankit, can you join us on stage? Alva Kannale എന്ന പാട്ടും Hey Banane എന്ന പാട്ടും ഒക്കെ ചെയ്തത് അൻകിത് ആണ്. And now he's wearing the hat of a co-producer. Srikandan sir ഒരു memento അൻകിത്തിന് നൽകി. We welcome you to Prem Pata and thank you for your association. പാട്ടുകൾ കൊണ്ട് സിനിമകൾ വ്യത്യസ്തമാക്കിയ മ്യൂസിക് ഡയറക്ടർ അങ്കിത് ഇനി പ്രൊഡ്യൂസർ ഹാറ്റുമായി ഈ സിനിമയിൽ കൂടെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ജേർണി തന്നെയാവും. താങ്ക് യു ശ്രീകണ്ഠൻ സർ. താങ്ക് യു സോ മച്ച് ഫോർ ബീങ് വിത്ത് us. നല്ലൊരു കൈഡി കൊടുക്കാം നമ്മുടെ പ്രിയപ്പെട്ട ശ്രീകണ്ഠൻ സാറിന്. അങ്കിത്, ഐ എം ഷുവർ ഈ ഒരു അവസരത്തിൽ യു ഹാവ് ലോട്ട്സ് ടു സേ. ഈ മ്യൂസിക് ഡയറക്ടർ ചെയ്യുന്ന പ്രൊഡ്യൂസറായ അധികം ആൾക്കാരെ ഞാൻ കണ്ടിട്ടില്ല. ഐ ഡോണ്ട് നോ വെദർ ഇറ്റ് ഹാപ്പൻസ് എ ലോട്ട്, ബട്ട് വെൽക്കം ആൻഡ് ടെൽ us എന്തുകൊണ്ടാണ് ഈ ഒരു തീരുമാനം? First of all, namaskara ellarkum and nice to meet you. I've seen you all on television for a long time. It's really nice to see you here on stage. ഇവിടെ ഇതിനാ co-producer ആവാൻ കൂടുതൽ ചിന്തിച്ചില്ല, അതുകൊണ്ടാണ് co-producer ആവാൻ തീരുമാനിച്ചത്. I'm a big filmmaking fan. അപ്പോൾ just to confine myself with music is okay, it's a part of what I do. അപ്പോൾ ഈ പാട്ടിനെ എങ്ങനെ കൂടുതൽ സ്ട്രീംസിൽ ചാനലൈസ് ചെയ്യാൻ പറ്റും എന്ന് നോക്കിയപ്പോൾ ആൻഡ് ദെൻ ആമിർ ഇസ് എ ഗ്രേറ്റ് ഫ്രണ്ട് ഓഫ് മൈൻ. സോ ഇഫ് ഹീസ് ഡൂയിങ് എ ഫിലിം, പുള്ളി ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാലും അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് പറയും ഓക്കെ യെസ് കറക്റ്റ്. സോ അങ്ങനെ കൂടുതൽ ചിന്തിച്ചിട്ടില്ല. ആൻഡ് യാ, ഐ ഹോപ്പ് ഇറ്റ് വർക്ക്സ്.
അങ്കിത് മ്യൂസിക് ഡയറക്ഷൻ ചെയ്തപ്പോൾ വർക്ക് ചെയ്തിട്ടില്ലേ, അതുപോലെ ഇതൊക്കെ ചെയ്ത് ഇതും വർക്ക് ചെയ്യും അല്ലേ. പക്ഷെ അങ്കിതിന് എവിടെ കേട്ടപ്പോൾ വി ഹാഡ് എ ബിഗ് റിക്വസ്റ്റ് ഫ്രം ഞങ്ങളുടെ ഈ സൈഡ് ഓഫ് ടീം, മ്യൂസിക് ഇത്രയും ചെയ്ത് ഇത്രയും സൂപ്പർ ഹിറ്റ് ആയ ജെൻസി പാട്ടുകളൊക്കെ ചെയ്ത് അങ്കിത് കോ പ്രൊഡ്യൂസർ ആവുമ്പോൾ പ്രേം പാറ്റയുടെ ഈ സ്റ്റേജിൽ നമുക്ക് വേണ്ടി സോങ് ഫ്യൂ ലൈൻസ് വി വുഡ് അല്ലേ, ഒന്ന് കൈയടിച്ചു കൊടുത്ത അങ്കിത് മേ ബി വിൽ ഹെൽപ്പ് us out പ്ലീസ്. ഇറങ്ങിയ പാട്ട് തന്നെ പാടാം. I'll sing 2 lines. ഹോ ഹൽവാ കണ്ണാലെ സൽവാർ ചണ്ടാലെ പൽവാൽ ദേവന്നാൻ സെൽവാക്കില്ലാതെ ഉള്ളിക്കുള്ളാലെ നിന്നെ കണ്ടാലെ നോങ്കിൻ തല്ലാലെ വാക്ക് തീർന്നേ നീ അകലെ അകലെ ചരടു മുറിഞ്ഞ പട്ടം ഞാൻ ചുവട് കരങ്ങി മറന്ന പരിസരം ഇന്നാരടി മണ്ണിൽ കുഴിച്ചു മൂടണോ ഇഷ്ടം ഞാൻ ജനിച്ചേ മരിച്ചേ പലവട്ടം. It's not easy, but thank you so much, Ankit, and you're a co-producer. Prem Pata and the Studio Outsiders in a film. We are so excited to see you, and we wish you the very best. Give him a loud round of applause. All the best for all the songs that you do as well. നമ്മളുടെ കൂടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിരവധി വണ്ടർഫുൾ ആയിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ട്, വെൽ വിഷേഴ്സ് ഉണ്ട്, ഗെസ്റ്റ്. വി ആർ വെരി വെരി ബ്ലെസ്ഡ് ടു ഹാവ് ദ ലെജൻഡറി റൈറ്റർ, നമ്മൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ശ്രീ ബെന്യാമിൻ ഹിയർ വിത്ത് us. ബെന്യാമിൻ സാറിനെ ഈ ഒരു അവസരത്തിൽ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. നല്ലൊരു കൈഡിയോടെ അദ്ദേഹത്തെ വിളിക്കാം. അദ്ദേഹത്തിൻ്റെ പേര് മതി ആൾക്കാർക്ക് ആരാണെന്ന് മനസ്സിലാവാൻ. അദ്ദേഹത്തിൻ്റെ പേരിനെക്കാട്ടും കൂടുതൽ ഒരുപക്ഷെ ആടുജീവിതം അല്ലെങ്കിൽ ഗോഡ്സ് ലൈഫ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ആടുജീവിതത്തിലൂടെ അല്ലെങ്കിൽ ക്രിസ്റ്റിയിലൂടെ മലയാള സിനിമ കണ്ട ഒരു എഴുത്തുകാരനായി മാറിയ ഒരു എഴുത്തുകാരനാണ് ശ്രീ ബെന്യാമിൻ. ഹലോ സർ, സോ വണ്ടർഫുൾ ടു മീറ്റ് യു. നമസ്കാരം. പ്രേം പാറ്റ എന്ന ഒരു പുതിയ സിനിമ, പുതിയൊരു പ്രൊഡക്ഷൻ ഹൗസ് സ്റ്റുഡിയോ ഔട്ട്സൈഡേഴ്സ് ഇന്നിവിടെ ലോഞ്ച് ചെയ്തതിൻ്റെ ഭാഗമായി നമ്മളുടെ മലയാള സിനിമയ്ക്ക് ഇവിടെ സമർപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ സാറും ഒരു എഴുത്തുകാരനായ താങ്കൾ മലയാള സിനിമയിലേക്ക് എത്തി. ആടുജീവിതം എന്ന് പറഞ്ഞ വളരെ പേര് കേട്ട ഒരു പുസ്തകം കുറച്ചുകൂടെ എല്ലാവരുടെയും മനസ്സിനടുത്തേക്ക് എത്തും. അപ്പോൾ സിനിമയുടെ ഒരു ശക്തി എത്രയധികം ഉണ്ടെന്ന് വളരെ അടുത്തറിയാവുന്ന ഒരു എഴുത്തുകാരനാണ്. അപ്പം ഇവിടെ നിൽക്കുമ്പം എന്താണ് സാറിന് നമ്മളോടൊക്കെ പറയാൻ തോന്നുന്നത്? എല്ലാവർക്കും വിനീതമായ നമസ്കാരം. വളരെ സന്തോഷമുള്ള ഒരു നിമിഷത്തിലാണ് നമ്മളെല്ലാവരും ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട 2 സുഹൃത്തുക്കൾ ഇതിൻ്റെ ഭാഗമാവുന്നു. നിങ്ങളെല്ലാവരും എൻ്റെ സുഹൃത്തുക്കളാണ്. പക്ഷേ വളരെ ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്ന 2 പേർ, അമീറും ലിജീഷും ഒത്തുചേർന്ന് ഒരു സിനിമയിലേക്ക് വരുന്നു എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. അമീറിൻ്റെ സിനിമ ആയിഷ കണ്ടിട്ട് ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുമ്പോൾ അമീറിനെ എനിക്ക് അത്ര പരിചയമുണ്ടായിരുന്ന ഒരാളായിരുന്നില്ല. ആ സിനിമയോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമാണ് ഞാൻ ആ പോസ്റ്റ് ഇട്ടത്. അത്രമേൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമ എന്ന തരത്തിൽ. പിന്നീട് ഇടി കൂടി വന്നപ്പോൾ മലയാള സിനിമയിൽ എങ്ങനെയാണ് സിനിമ ചെയ്യേണ്ടത് എന്ന് കൃത്യമായി നമുക്ക് ഓരോരുത്തർക്കും കാണിച്ചു നിന്ന ഒരു ഡയറക്ടറാണ്. വലിയ സന്തോഷമുണ്ട് അമീർ 3ാമത് ഒരു സിനിമയുമായി നമ്മൾക്കിടയിലേക്ക് കടന്നു വരുന്നു എന്നുള്ളത്. ലിജീഷിനെ സംബന്ധിച്ചാണെങ്കിൽ ലിജീഷും ഞാനും തമ്മിൽ പരിചയപ്പെട്ടത് എന്നാണെന്ന് ഓർമ്മയില്ലാത്ത വിധം സൗഹൃദമുള്ള 2 പേരാണ്. ലിജീഷ് യഥാർത്ഥത്തിൽ അധ്യാപകരാണ്, മറ്റനേകം കാര്യങ്ങൾ നിൽക്കുന്ന ആളാണ്. പക്ഷേ ലിജീഷിൻ്റെ ഹൃദയത്തിലുടനീളം എല്ലാ കാലത്തും സിനിമയും നോവലും ഒക്കെ ഇങ്ങനെ ഉണ്ട് എന്ന് എനിക്കറിയാം. എപ്പോഴൊക്കെ ലിജീഷ് കാണുമ്പോഴും പുതിയ കഥകളെക്കുറിച്ചും സിനിമയെക്കുറിച്ചും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കുമായിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് സൈലം പോലുള്ള വലിയ പദ്ധതികളുമായിട്ട് അദ്ദേഹം പോയെങ്കിലും എനിക്കറിയാമായിരുന്നു ഏതെങ്കിലും ഒരു നിമിഷം ലിജീഷ് വീണ്ടും തൻ്റെ സ്വപ്നമായ സിനിമയിലേക്ക് കടന്നു വരിക തന്നെ ചെയ്യും എന്ന്. ലിജീഷിനോടുള്ള നമുക്കൊക്കെയുള്ള ഇഷ്ടമെന്ന് പറയുന്നത് എഴുതുന്നതെന്തും ഹൃദയത്തിൽ നിന്ന് ആയിത്തീരുകയും നമ്മളെ വല്ലാതെ തൊടുകയും ചെയ്യുന്ന ഒരു എഴുത്തുകാരനാണ് ലിജീഷ്. അദ്ദേഹത്തിൻ്റെ ഗുജറാത്ത് എന്ന് പറയുന്ന നോവലുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ നിങ്ങളൊക്കെ വായിച്ചിഷ്ടപ്പെട്ടുള്ള കഞ്ചാവ് എന്ന് പറയുന്ന പുസ്തകമുണ്ട്, വർത്തമാന പുസ്തകമുണ്ട്. അങ്ങനെ എല്ലാ പുസ്തകങ്ങളിലും ഹൃദയം തൊട്ടെഴുതുകയും നമ്മളെ കയ്യിലെടുക്കുകയും ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ നിശ്ചയമായിട്ടും ഒരു പുതിയ കഥയുമായി നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ അത് നമ്മുടെ ഓരോരുത്തരുടെയും പ്രത്യേകിച്ച് പുതിയ തലമുറയുടെ ഹൃദയത്തെ തൊടുന്നതായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഈ പ്രൊഡക്ഷൻ ഹൗസ്
അമീർ ഏറ്റെടുത്തത് എനിക്ക് തോന്നുന്നു രജീഷിൻ്റെ കഥ കണ്ടിട്ട് തന്നെയാണ്. ആ കഥയായിരിക്കും നിശ്ചയമായിട്ടും അതിൻ്റെ ഗ്യാരണ്ടി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അല്ലാതെ വെറുതെ അമീർ അങ്ങ് ചാടി വീഴുമെന്ന് നമ്മളാരും പ്രതീക്ഷിക്കാൻ വയ്യല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കഥ സത്യം പറഞ്ഞാൽ രജീഷ് കുറേ ഭാഗങ്ങളൊക്കെ എന്നോടൊന്ന് രഹസ്യത്തിലൊന്ന് സൂചിപ്പിച്ചു. വല്ല ത്രില്ലിങ്ങായ ഒരു രസമുള്ള ക്യാമ്പസ് സ്റ്റോറിയാണ്. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും വലിയ ആശംസകൾ നേരുന്നു. വലിയ പറഞ്ഞതുപോലെ വലിയ ഗ്രൂപ്പിൻ്റെ ഒരു വലിയ പിന്തുണയുണ്ട് ഈ ഈ പ്രൊഡക്ഷൻ ഹൗസിനും ഈ സിനിമയ്ക്കും. പ്രേംപാറ്റ വളരെ മനോഹരമായ പേരാണ്, നിങ്ങൾക്കാർക്കും അറിയാവുന്നതുപോലെ. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പ്രശസ്തമായ ഒരു പുസ്തകത്തിൻ്റെ പേരും ഒരു കഥയുടെ പേരും കൂടിയാണ്. അത് ഒരു പ്രണയ കഥയാണ്. അത് പുതിയ കാലത്തിലെ പ്രേംപാറ്റയെ നമ്മൾ ഈ സിനിമയിലൂടെ കാണുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രേംപാറ്റയ്ക്കും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ നേർന്നുകൊണ്ട് ഇവിടെ വന്നുകൂടി എല്ലാവരെയും ഹൃദയത്തിൽ അഭിവാദ്യം ചെയ്തുകൊണ്ട് നിങ്ങളെല്ലാം കാണാൻ കഴിഞ്ഞതിനുള്ള സന്തോഷം പങ്കുവെച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് സർ. ഒന്ന് വെയിറ്റ് ചെയ്യാം, കുറച്ച് പേർക്ക് മെമെൻറ്റോ കൊടുക്കണം പ്ലീസ്. നമ്മുടെ ഈ സിനിമയോട് സംബന്ധിച്ച് വർക്ക് ചെയ്യുന്ന കുറച്ച് പേരാണ്. ആ മൈക്കൊന്ന് വാങ്ങിച്ചോ. ഓക്കെ, കുറച്ച് പേരെ പരിചയപ്പെടുത്താനുള്ള ഒരു അവസരമായിട്ടാണ് ഞങ്ങൾ ഈ വേദി ഉപയോഗിക്കുന്നത്. പ്രേംപാറ്റ എന്ന സിനിമയിൽ സ്റ്റുഡിയോ ഔട്ട്സൈഡേഴ്സിന് കൂടെ വർക്ക് ചെയ്യുന്ന ക്രൂ മെമ്പേഴ്സ് കുറച്ച് പേരാണ്. നമ്മുടെ ലിറിസിസ്റ്റിനെയാണ് അടുത്തതായി ഞാൻ വേദിയിലേക്ക് മെമെൻറ്റോ സ്വീകരിക്കാൻ സ്വാഗതം ചെയ്യുന്നത്. ലിറിസിസ്റ്റായി എത്തുന്നത് സുഹേൽ എം കോയ. Can I welcome സുഹേൽ on stage? തണ്ണീർമത്തൻ ദിനങ്ങൾ, പ്രേമലു, ആലപ്പുഴ ജിംഖാന തുടങ്ങിയ ലോക വരെയുള്ള സിനിമകൾക്ക് പാട്ട് എഴുതിയ ആളാണ് സുഹേൽ. ചെറിയ ആളല്ല, പക്ഷേ മതിലിൻ്റെ പുറകിലായി പോയി സുഹേൽ. അവിടെ ടാക്സ് കൊടുത്തിട്ട് വരാൻ പറ്റൂ. മോളെ മെമെൻറ്റോ കൊടുക്കൂ. അവർ കയറി വരുന്നതിന് മുമ്പ് നമുക്ക് അങ്ങോട്ട് പോവാം കേട്ടോ. ഓക്കെ, സുഹേൽ ആകാശ് ജോസഫ് വർഗീസ് ആണ്. പ്രേമലു, സൂപ്പർ ശരണ്യ പോലെയുള്ള യൂത്ത് എന്റർടൈനറുകളുടെ എഡിറ്ററാണ് ആകാശ്. വി വെൽക്കം യു. എല്ലാം ലൈക്ക് സൂപ്പർ ആയിട്ടുള്ളൊരു ടീമാണോ നിങ്ങൾ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്? കൊള്ളാലോ, എനിക്ക് ഇഷ്ടപ്പെട്ടോ. ആകാശ് ജോസഫ് വർഗീസ്, വെൽക്കം ടു ടീം പ്രേംപാറ്റ. പിന്നെ ആരുമല്ല, നമ്മുടെ പ്രിയപ്പെട്ട സിദ്ദിഖേട്ടനാണ്. സിദ്ദിഖേട്ടാ, വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒരു മെമെൻറ്റോ നൽകി ബെന്യാമിൻ സാർ ആദരിക്കാൻ വേണ്ടിയാണ്. സിദ്ദിഖേട്ടനും ഈ സിനിമയിൽ ഒരു ഭാഗമായിട്ടുണ്ട് എന്ന് കേട്ടു. ആ മെമെൻറ്റോ സിദ്ദിഖ് നല്ലൊരു ഐഡിയ ആവാം. താങ്ക് യു സോ മച്ച് ബെന്യാമിൻ സാർ. വലിയ സന്തോഷമുണ്ട്. എനിക്കൊരു അഭിമാന നിമിഷം കൂടിയാണ്. ഞങ്ങൾ തമ്മിൽ വലിയ സൗഹൃദമുണ്ട്. എൻ്റെ ഏത് നോവൽ ഇറങ്ങിയാലും വായിച്ചിട്ട് ആദ്യം വിളിക്കുന്ന വലിയ മനുഷ്യനാണ്. മലയാള സിനിമയിലെ വലിയ തിരക്കുകൾക്കിടയിലും ഇത്രയധികം വായന എങ്ങനെ കൊണ്ടു നടക്കുന്നു എനിക്ക് വലിയ അത്ഭുതമുണ്ട്. വലിയ സന്തോഷം. എൻ്റെ ഒരു അഭിമാന നിമിഷമായി തന്നെ കാണുന്നു. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഒരു വളരെ ധന്യമായ മുഹൂർത്തത്തിന് സാക്ഷിയാവാൻ സാധിച്ചതിൻ്റെ അഭിമാനവും സന്തോഷവും എല്ലാം ഉണ്ട്. സ്റ്റുഡിയോ ഔട്ട്സൈഡേഴ്സിൻ്റെ ലോഞ്ചാണെന്ന്. ഇത് അവരുടെ ആദ്യത്തെ പ്രോജക്റ്റാണ് പ്രേംപാറ്റ എന്ന് പറയുന്ന സിനിമ. ആമിർ ഈ സിനിമയുടെ കഥ പറഞ്ഞപ്പോൾ ആദ്യം കഥ പറയാൻ വരുന്നു എൻ്റെ അടുത്ത്. ഇതിൻ്റെ കഥ പറയുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ഈ സിനിമയിൽ ഇത്രയും ഒരു വലിയ വേഷമാണ്, അതല്ലെങ്കിൽ ഇത്രയും ഇമ്പോർട്ടൻസ് ഉള്ളൊരു ക്യാരക്ടറാണ് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ കഥ കേട്ട് അത്രയും നല്ല കഥാപാത്രത്തെയാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത്. പിന്നെ ഒരു ക്യാമ്പസ് പ്രണയം, ആ ക്യാമ്പസ് പ്രണയത്തിൻ്റെ കഥ പറയുന്നൊരു സിനിമയിലൊക്കെ എനിക്കെന്തായിരിക്കും പങ്കെന്നൊക്കെ ഞാനും ആലോചിച്ചിരുന്നു. നിങ്ങളിപ്പോൾ അങ്ങനെ ആലോചിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് സിനിമ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഇന്നത്തെ ഈ ഫംഗ്ഷന് വേണ്ടി നമുക്ക് അയച്ച ക്ഷണക്കത്ത് വായിക്കുമ്പോൾ മുതൽ നമുക്ക് മനസ്സിലാവും ഇവരുടെ ഒരു വ്യത്യസ്തമായ ചിന്താഗതി എങ്ങനെയാണ്. സാധാരണ ഒരു ക്ഷണക്കത്ത് പോലെയല്ല ആ ക്ഷണക്കത്ത് എഴുതിയിരിക്കുന്നത്. ഇതിൻ്റെ പ്രൊഡക്ഷൻ കമ്പനിക്ക് പേരിട്ടിരിക്കുന്നത് സ്റ്റുഡിയോ ഔട്ട്സൈഡേഴ്സ്, അതുപോലെ സിനിമയ്ക്ക് പേരിട്ടിരിക്കുന്നത് പ്രേംപാറ്റ. അതൊക്കെ അമീറിൻ്റെയും ലിജീഷിൻ്റെയും ഒരു വ്യത്യസ്തമായ ചിന്തകളാണ്. അതുപോലെ തന്നെ ആയിരിക്കും ഈ സിനിമയുടെ പ്രമേയവും. ഈ സിനിമയും നമ്മളിതുവരെ കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടില്ലാത്തൊരു കഥയുമായിട്ടാണ് ആമിറും ലിജീഷും ഈ സിനിമയിലേക്ക് വരുന്നത്. അത് വളരെ സന്തോഷം നിറഞ്ഞ ഒരു കാര്യമാണ്.
അതുപോലെ അമീറിൻ്റെ മുൻ സിനിമകളും ഞാൻ കണ്ടിട്ടുണ്ട്. 2 സിനിമകളും കണ്ട് അമീറിൻ്റെ ഒരു സംവിധാനം മികവും മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു നിർമ്മാണ ചുമതല കൂടി ഏറ്റെടുക്കുമ്പോൾ മറ്റു പലരും ഒരു സർക്കാസ്റ്റിക്കായിട്ടൊക്കെ ഇങ്ങനെ പറഞ്ഞെങ്കിൽ പോലും അത് ഒരു വലിയ ഉത്തരവാദിത്തമാണ് അത് ആമിർ ഏറ്റെടുക്കുന്നത്. അതിന് ഞാൻ പ്രത്യേക അഭിനന്ദനം അറിയിക്കുന്നു. ഒരു സിനിമ സംവിധാനം ചെയ്യുക എന്ന് പറയുമ്പോൾ ആ ഒരു ബാധ്യത മാത്രമേ ഏറ്റെടുത്തിട്ട് അതിൻ്റെ പ്രൊഡക്ഷൻ്റെ കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ വേണമെങ്കിൽ ആമിർ ഒരു സിനിമയുടെ സംവിധായകനാകാം. പക്ഷേ അതല്ല, ഇതിൻ്റെ നിർമ്മാണ ചുമതല കൂടി ഏറ്റെടുക്കുന്നു എന്ന് പറയുമ്പോൾ ആ സിനിമ ആ പറഞ്ഞ ബജറ്റിൽ തീർക്കാനും അത് പറഞ്ഞ ദിവസത്തിനുള്ളിൽ ആ സിനിമ തീർക്കാനും ഒക്കെ ഉള്ള ഒരു വലിയൊരു ഉത്തരവാദിത്വം കൂടിയാണ് ആമിർ ഏറ്റെടുക്കുന്നത്. അതൊരു വലിയ കാര്യമാണ്. ഇനി വരുന്ന സംവിധായകരും അങ്ങനെയൊക്കെ ചെയ്യണമെന്നാണ് എനിക്ക് നിർദ്ദേശിക്കാനുള്ളത്. കാരണം ഒരു സംവിധായകൻ്റെ കയ്യിലാണ് ഈ സിനിമ. അപ്പോൾ അത് നിർമ്മാണ ചുമതല കൂടി അദ്ദേഹത്തിൻ്റെ ചുമലിൽ വരുമ്പോൾ തീർച്ചയായിട്ടും ആ സിനിമയോട് കൂടുതലൊരു ഉത്തരവാദിത്വം ഉണ്ടാവും. ആ സിനിമ കൂടുതൽ നന്നാവാനുള്ള എല്ലാ ശ്രമങ്ങളും ഉണ്ടാവും. ലിജേഷ് വളരെ വ്യത്യസ്തമായ കഥയാണ്. ലിജേഷ് പിന്നീട് 1-2 മറ്റ് കഥകൾ കൂടി എൻ്റെ അടുത്ത് പറഞ്ഞു. അതെല്ലാം നമുക്ക് വളരെയധികം സന്തോഷം തോന്നുന്ന, നമ്മൾ കേട്ടിട്ടില്ലാത്ത രീതിയിലുള്ള വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ കൂടിയ റൈറ്ററാണ് അദ്ദേഹം. സിനിമയിൽ ഇതൊരു നല്ല തുടക്കമാണ്. നമ്മൾ അടുത്ത കൊല്ലം ഈ സമയത്ത് നമ്മളോട് നിൽക്കുമ്പോൾ ലിജീഷിൻ്റെ ഒരവസ്ഥ ഇതായിരിക്കില്ല. മറ്റൊരു ലെവലിലേക്ക് ലിജീഷ് തീർച്ചയായിട്ടും വളർന്നിട്ടുണ്ടാവും. വലിയൊരു എഴുത്തുകാരനായി മലയാള സിനിമയിൽ അറിയപ്പെടുന്ന ഒരാളായിട്ട് മാറും. ഈ സിനിമയ്ക്ക് എല്ലാ ആശംസകളും നേരുന്നു. ഇവിടെ എത്തിയ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. ബെന്യാമിൻ പറഞ്ഞ പോലെ വളരെ ദീർഘകാലമായിട്ടുള്ള ഞങ്ങളുടെ ബന്ധമാണ്. ഞാൻ ബെന്യാമിൻ്റെ ഏറ്റവും അവസാനം വായിച്ച നോവലാണ് ആടുജീവിതം. അതിനേക്കാൾ മുമ്പ് ഞാൻ ആദ്യം മഞ്ഞ മഞ്ഞവെയിൽ മരണങ്ങളാണ് ആദ്യം വായിക്കുന്നത്. പിന്നീട് മുല്ലപ്പൂ നിറമുള്ള പകലുകളും ഒരു അറേബ്യൻ നോവൽ ഫാക്ടറി ഒക്കെ വായിച്ചിട്ടുണ്ട്. അത് വ്യത്യസ്തമായ വളരെ ഒരു രീതിയിലാണ് ബെന്യാമിൻ എഴുതിയിട്ടുള്ളത്. ആടുജീവിതം വായിക്കാൻ വൈകിപ്പോയത് അത് എങ്ങും കിട്ടാനുണ്ടായിരുന്നില്ല. എവിടെ അന്വേഷിച്ചിട്ടും എനിക്ക് ആ പുസ്തകം കിട്ടിയിരുന്നില്ല. പിന്നെ എനിക്ക് ബെന്യാമിൻ തന്നെയാണ് ആ ഒരു പതിപ്പ് തന്നത്. പിന്നെ എനിക്ക് ബെന്യാമിൻ ആദ്യം എഴുതിയ അഭിഷേകൻ എന്ന നോവൽ തന്നു. അപ്പോൾ നിങ്ങളെപ്പോലെയൊക്കെ ഞാനും ബെന്യാമിൻ്റെ ഒരു വലിയ ആരാധകനാണ്. അദ്ദേഹത്തെ ഈ വേദിയിൽ ഒപ്പം നിർത്താൻ കഴിഞ്ഞതിൽ വളരെ വലിയ സന്തോഷം. പിന്നെ രഞ്ജനെ പറ്റി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. താങ്ക് യു. സിദ്ദിഖേട്ടാ പോലെ ബെന്യാമിൻ സർ, താങ്ക് യു സോ മച്ച്. സിദ്ദിഖേട്ടൻ ഒരു ചെറിയൊരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ട്, അത് ഞങ്ങൾ നിറവേറ്റി കൊടുക്കുകയാണ്. ബെന്യാമിൻ സാറിന് ഒരു മെമെൻറ്റോ ഇവിടെ കൊടുക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. അപ്പം പേര് എഴുതിയത് നമ്മുടെ ഉണ്ട്. നമുക്ക് എക്സ്ട്രാ എടുത്ത് തരാം ചേട്ടാ. ബെന്യാമിൻ സാറിന്റെ ഈ ഒരു മോമെന്റ് മറക്കാതെ ഇരിക്കാൻ സിദ്ദിഖേട്ടൻ്റെ ഒരു ആഗ്രഹമാണ്. അദ്ദേഹത്തിന്റെ ഒരു ആരാധനയുടെ ഒരു പ്രതീകം കൂടിയാണ്. നല്ലൊരു കൈഡി കൊടുക്കാം. 2 of the most wonderful legendary creative souls from Malayalam. സിദ്ദിഖേട്ടൻ ഇപ്പം മലയാളം സിനിമയിൽ വന്നിട്ട് ഒരു 40 വർഷം തികഞ്ഞു അല്ലെ? ഈ വർഷം ഒരു കൈയടിച്ച നന്നായിട്ട് 40 years in Malayalam cinema. That's crazy. അപ്പം ഈ പ്രേം പാറ്റ എന്ന സിനിമയിലും ചേട്ടൻ ഒരു റോളിലുണ്ട്. പക്ഷെ എനിക്കൊരു ചോദ്യം ഉണ്ടായിരുന്നു ഇവരുടെ അടുത്ത്. ഈ പ്രേം പാറ്റ എന്ന് പറയുമ്പം ഇതിലൊരു നായകനും നായികയൊക്കെ വേണ്ടേ? അപ്പൊ ആ നായകനെ ഒന്ന് വെൽക്കം ചെയ്തൊരു മെമെന്റോ കൊടുത്ത് എല്ലാവർക്കും പരിചയപ്പെടുത്താം. നമുക്ക് ഈ ഒരു അവസരത്തിൽ ചേട്ടനൊരു മെമെന്റോ കൊടുത്ത് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, സോ സ്റ്റുഡിയോ ഔട്ട്സൈഡേഴ്സ് എന്ന ഈ പ്രൊഡക്ഷൻ കമ്പനി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന സിനിമ പ്രേം പാറ്റയിൽ നായകനായി എത്തുന്നത് മറ്റാരുമല്ല, ലെറ്റ്സ് ഗിവ് ഇറ്റ് അപ്പ് ഫോർ ജോമോൻ ജ്യോതി. നായക വേഷത്തിലാണ് ജോമോൻ ഇതിലെത്തുന്നത്. ജോമോന്റെ കൂടെ ലീഡ് ചെയ്യുന്ന യൂത്ത് ആർട്ടിസ്റ്റുകളിലും ഈ സിനിമയിലുണ്ട്. മോനെ, കൺഗ്രാറ്റുലേഷൻസ്. ഈ ഒരു മൈക്ക് എടുത്ത് പ്രേം പാറ്റയുടെ ഭാഗമാകുന്നതിനെ കുറിച്ചുള്ള ഒരു എക്സ്പീരിയൻസും ഞങ്ങളോടൊന്ന് ജോമോൻ ഷെയർ ചെയ്യണം. എനിക്കധികം സംസാരിക്കാൻ അറിയില്ല കേട്ടോ. അഭിനയിക്കാൻ അറിയാലോ, അപ്പൊ നീ ജീവിച്ചോളൂ, കുഴപ്പമില്ല. അത്ര ഉള്ളവർ ആരും സംസാരിക്കുന്നില്ലല്ലോ. എനിക്ക് എന്തോരം പേരുടെ ലിസ്റ്റാ, പെട്ടെന്ന് തീരും. ശരിയാ. സിദ്ദിഖേട്ടാ, ഈ കുറച്ച് സിനിമയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ ജോമോൻ. അതെ, നമ്മൾ കണ്ടിട്ടുമുണ്ട്. അപ്പൊ ഈ ഒരു സിനിമയിൽ നിന്ന് എന്താ ഒരു പ്രേം പാറ്റ എന്തെങ്കിലും ഞങ്ങൾക്ക് ക്ലൂതാ? ഈ സിനിമ എന്താ? അത് അമീറേട്ടൻ ഒരു അക്ഷരം പുറത്തു പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു അക്ഷരം പോലും പറയാൻ പറ്റില്ല അല്ലേ? ഒരു ക്ലൂ, റൊമാൻസ്. പിന്നെ എവിടെയോ ഞാൻ വായിച്ചു NSS ക്യാമ്പ്, കറക്റ്റ് അല്ലേ? NSS ക്യാമ്പിലുള്ള കുറച്ച് ആൾക്കാർ, അവരൊക്കെയാണോ നിങ്ങൾ?
അവിടെയാണ് പടം നടക്കുന്നത്. ആമർ ഒന്ന് വന്ന് എന്തെങ്കിലും രഞ്ജനി, അത്രയൊക്കെ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത്രയുള്ളൂ. NSS ക്യാമ്പും അതിന്റെ ആമർ എന്തെങ്കിലും പറ ആമർ, ഞങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞു. ജോമോൻ ഇവിടെ നമ്മളിപ്പോ ഒരു സദസ്സിന് മുമ്പിൽ വന്നിട്ട് സംസാരിക്കുന്നതിന് ഒരു ചെറിയൊരു സഭാകമ്പമാണ്. അതൊരു കുറച്ച് സിനിമകളും കൂടെ കഴിയുമ്പോൾ അത് മാറും. അപ്പോൾ ഒരുപാട് സംസാരിക്കാൻ പറ്റും. എന്നാലും ഈ ഒരു അവസരത്തിൽ ഈ സിനിമയെ പറ്റി അല്ലെങ്കിൽ ഈ സിനിമയിൽ ഒരു അവസരം ലഭിച്ചതിനെ പറ്റി 2 വാക്ക് പറഞ്ഞേക്കാം. അപ്പോൾ രഞ്ജനയുടെ വിഷമം മാറും. അതിലേ അതിന് പ്രധാന കാരണം ഈ സിനിമയിലെ ക്യാരക്ടർ കഥയും ജോമോൻ്റെ അടുത്ത് പറഞ്ഞല്ലോ, അത് പറഞ്ഞത് മുതൽ അത് ഉൾക്കൊണ്ട് വെക്കുക. ഈ ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയാണ് ആ ക്യാരക്ടർ. അതെ അതെ, അന്ന് ആ കഥ പറഞ്ഞ അന്ന് മുതൽ ഇന്ന് വരെ ജോമോൻ ഇങ്ങനെയാണ്. അതിങ്ങനെ തന്നെ സിനിമ കഴിയുന്നവരെ ഉണ്ടാവുന്നതാണ് നല്ലത്. എന്നാലും 2 വാക്കൊക്കെ പറയാം ഈ ഒരു ആരോഗ്യമൊക്കെ വെച്ച്. ഇങ്ങനത്തെ ഒരു അവതാരകയെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. അല്ല, സന്തോഷമുണ്ട് കേട്ടോ ഒരുപാട്. ഞാൻ മാത്രമല്ല, ഇതിൽ ഒരുപാട് പേരുണ്ട്. എല്ലാവരും ഹാപ്പിയാണ്. കുറച്ചുകൂടെ കോൺഫിഡൻസ് വരുമോ? അതെ, അതെ. ഇതേ ഇവനെ തന്നെ ഒരു 5 വർഷം കഴിയുമ്പോൾ ഞാൻ കാണണം. അപ്പൊ മാറും, ഫുൾ രൂപഭാവം. will be like actor, star. Can't wait. Okay, let it happen. ജുനൈസ് പി സാഫ് ബോയ് പണി സിനിമയിലെ വില്ലനായിട്ടാണ് കാണുന്നത്. വാമനെ ടിസ് തോമസ് ഹൃദയപൂർവ്വം എന്ന സിനിമയ്ക്ക് ശേഷം ഇവിടെ പ്രേം പാർട്ടിയിൽ ഇന്നസെന്റ്, നമ്മുടെ ഇന്നസെന്റ് ഏട്ടന്റെ കൊച്ചുമോനാണ്. സൽമാനുൽ ഫാരിസി, വിഘ്നേഷ് ആർ, അശ്വിൻ വിജയൻ. എല്ലാവർക്കും മെമന്റോ ഉണ്ട്. മെമന്റോ സിദ്ദിഖേട്ടൻ കൊടുക്കും. സിദ്ദിഖേട്ടാ എല്ലാവർക്കും മെമന്റോ കൊടുക്കണം. നമ്മള് അവർ ഒരുമിച്ച് കൂട്ടത്തോടെ നിൽക്കുമ്പോൾ കുറച്ചുകൂടെ നിറഞ്ഞു നിൽക്കുമെന്ന് ഞാൻ വിചാരിച്ചു. ജുനൈസ് കഴിഞ്ഞ ടിസ് തോമസ്, ടിസ് തോമസ്. അത് കഴിഞ്ഞ് ഇന്നസെന്റ്, അടുത്തത് ഇന്നസെന്റ്. ഇന്നസെന്റ് ഏട്ടന്റെ കൊച്ചുമോനാണ് ഇന്നസെന്റ്, ജൂനിയർ ഇന്നസെന്റ്. സൽമാനുൽ ഫരീസി, സൽമാനുൽ ഫരീസി. കുറെ യങ് ബോയ്സ്. ഇത്രയും ബോയ്സിനോട് NSS ക്യാമ്പിലിട്ട് എന്ത് സംഭവിക്കും ഊഹിച്ചോളൂ. വിഘ്നേഷ് ആർ, വിഘ്നേഷ് ആർ. Alright. അശ്വിൻ വിജയൻ, അശ്വിൻ വിജയൻ. ആൻഡ് ഇതിന്റെ ഭാഗമായി മറ്റൊരാൾ കൂടെ ഉണ്ട്, ഹനാൻ ഷാ. അൺഫോർച്ചുനേറ്റ്ലി ഹനാന് നമ്മുടെ കൂടെ ഇവിടെ എത്തിച്ചേരാൻ പറ്റിയില്ല. ഫുട്ബോൾ സൂപ്പർ ലീഗിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ പണി പോലെ തന്നെ ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു പടമാണ്. പിന്നെ ആമിർക്ക് നമ്മുടെ വർഷങ്ങളായിട്ടുള്ള സുഹൃത്താണ്, ലിജി ചേട്ടനെ അറിയാം. അപ്പോൾ ഇത്രയും നല്ലൊരു സിനിമയുടെ ഭാഗമാകാൻ പറ്റുന്നത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് കണക്കാക്കുന്നു. പണി നന്നായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ടിസ് തോമസ് എന്നാണ്. ഞാനിപ്പം ഹൃദയപൂർവ്വത്തിൽ അഭിനയിച്ചു. അതിൽ ബിപിൻ ബാബു എന്നൊരു ക്യാരക്ടറായിരുന്നു. ഇത് എൻ്റെ 2ാമത്തെ സിനിമയാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ഹൃദയപൂർവ്വത്തിലെ ലാലേട്ടന്റെ കൂടെ അഭിനയിച്ച നല്ല കൈഡിയൊക്കെ കിട്ടിയ ഒരാളാണ് ഞങ്ങൾക്ക് അറിയാം. അപ്പൊ ഇതിലും അതിനെക്കാട്ടും വലിയ കൈഡി ലഭിക്കുന്ന മോമെന്റ്സ് ഉണ്ടാവട്ടെ മോനെ. ഇന്നസെന്റ് ഞങ്ങൾക്കൊരു സ്പെഷ്യൽ മൊമെന്റ് ആണ്. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ വരാൻ സാധിച്ചതിലും നിങ്ങളെല്ലാവരും കാണാൻ സാധിച്ചതിലും. അതുപോലെ തന്നെ നമ്മുടെ അമീർക്കും ലിജീഷ് അങ്കിളിനോട് വലിയൊരു നന്ദി പറയുകയാണ് ഇങ്ങനെ ഒരു സിനിമ ഇവിടെ ചെയ്യുന്നതിൽ. ഞാൻ ക്രൈസ്റ്റ് കോളേജിലാണ് പഠിക്കുന്നത്, 3rd ഇയർ ഡിഗ്രി വിദ്യാർത്ഥിയാണ്. അത്രേ ഉള്ളൂ എന്നെ പറ്റി പറയാം. അയ്യോ, ഓക്കെ, താങ്ക് യു. ഇവരെ കുറിച്ച് ചെറിയൊരു ഓർമ്മ പറയാം. ഇന്നസെന്റ് എപ്പോഴും കൊച്ചുമക്കളുടെ കാര്യം ഇങ്ങനെ പറയുമായിരുന്നു. അപ്പോൾ ഒരു ഇന്നസെന്റ് പറയാണ്, ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോൾ ഈ വീട് മുഴുവൻ ഈ ക്രയോൺസ് വെച്ചിട്ട് ഇങ്ങനെ കുത്തി വരച്ച് അതിൻ്റെ മതിലുകളെല്ലാം ഇങ്ങനെ വൃത്തിയേടാക്കിയിട്ടൊക്കെയാണ് ഫുള്ളായിട്ട്. അപ്പോൾ ഇന്നസെന്റ് അതൊക്കെ എൻജോയ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഇന്നസെന്റ് പറഞ്ഞ് കുഴപ്പമില്ല, നമുക്ക് പെയിൻറ്റ് ചെയ്യിക്കാം എന്ന് പറഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞ് പെയിൻറ്റേഴ്സ് വന്നിട്ട് പെയിൻ്റൊക്കെ ചെയ്തു. അപ്പോൾ അന്ന് പെയിൻറ്റിങ് എല്ലാം ചെയ്ത് കഴിഞ്ഞ് ഇന്നസെന്റ് നോക്കുമ്പോൾ ഇവനും മോളും അന്ന 2 പേരും കൂടെ നിൽക്കുക. അപ്പോൾ അന്ന ഇവനോട് പറയുന്നു, ഉണങ്ങിയിട്ടില്ല, നാളെ വരയ്ക്കാം. ഇവൻ എപ്പോൾ കണ്ടാലും എനിക്ക് ഓർമ്മ വരുന്നത് അതാണ്, ഉണങ്ങിയിട്ടില്ല, നാളെ വരയ്ക്കാം എന്ന് പറഞ്ഞ് ആ ഒരു ഓർമ്മ. ഇന്നസെന്റ് ഒരുപാട് കാര്യങ്ങൾ പറയുമായിരുന്നു. ഇപ്പോൾ ഈ വേദിയിൽ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്.
നസീറിനെ പറ്റി പറയുമ്പോഴൊക്കെ നമുക്കങ്ങനെ പ്രത്യേകിച്ച് ഞങ്ങൾ തമ്മിൽ അത്രയും അധികം ബന്ധമുള്ള ആളുകളാണ്. അപ്പോൾ അദ്ദേഹം എവിടെ ഇരുന്നെങ്കിലും ഇത് കാണുന്നുണ്ടാവും. ഇനി അദ്ദേഹത്തിൻ്റെ ഒരു ഗ്യാപ്പ് നിലനിർത്താൻ അവനാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. Thank you, Siddhiketa. We definitely miss him. It's a moment. ഈ ഒരു സ്പേസിൽ ഇങ്ങനെ വന്ന് നിൽക്കാൻ എന്നെ അർഹനാക്കിയ ആമിർക്കയ്ക്കും ലിജീഷേട്ടനും വലിയൊരു നന്ദി പറയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ വെറുപ്പിച്ച് ചോദിച്ചു വാങ്ങിച്ചതാണ് ഈ സിനിമയിലെ വേഷം. ഞാൻ ആമിർക്ക എനിക്ക് ആയിഷ സമയം തൊട്ട് അല്ലെങ്കിൽ AD സമയം തൊട്ട് അറിയാം. ആമിർക്കയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് ഇടാറുണ്ട്. ഒരു ദിവസം എന്നെ ഇങ്ങോട്ടേക്ക് അൺഎക്സ്പെക്റ്റഡായിട്ട് ആമിറാണെന്ന് പറഞ്ഞ് വിളിച്ചു. ഞാൻ ആരാടാന്ന് ചോദിച്ചിട്ടാണ് ആദ്യം തന്നെ റിയാക്ട് ചെയ്യുന്നത്. ഭയങ്കര സന്തോഷം ആമിർക്ക ഇങ്ങനെ ഒരു സ്പേസിൽ ഇങ്ങനെ ഭയങ്കര ഫാനാണ്. ആദ്യമായിട്ടാണ് ഞാൻ നേരിട്ട് കാണുന്നത്. അപ്പോൾ സാറിൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനൊരു മൊമെൻറ്റോ വാങ്ങാനും ഇങ്ങനൊരു ഇത്രയും ആളുകളുടെ മുന്നിൽ നിൽക്കാനും പറ്റിയതിൽ വലിയൊരു ബ്ലെസ്സിങ് ആയിട്ട് കാണുന്നു. ഈ സിനിമയുടെ ഭാഗമായിട്ട് മുന്നോട്ടേക്ക് അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. ഭയങ്കര സന്തോഷം. താങ്ക് യു സോ മച്ച്. ഒരു യുവ താര നിരയാണ് ഇറക്കുമതി ചെയ്യുന്നത് പ്രോപ്പർലി. നമ്മളെ സാധാരണ സിനിമയിൽ കണ്ട് ശീലിച്ചിട്ടുള്ള റോളുകളാണ് തൊട്ടടുത്ത സിനിമയിലേക്ക് നമ്മൾ അവരെ വിളിക്കുമ്പോഴും സ്വാഭാവികമായിട്ട് നമ്മൾ ഈ റോൾ ഇന്നാൾ ചെയ്താൽ നന്നായിരിക്കുന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ ജോമോൻ്റെതാണെങ്കിൽ ജോമോനാണ് ഈ സിനിമയുടെ ഹീറോ. അപ്പോൾ ജോമോനെ നമുക്ക് കണ്ട് പരിചയമുണ്ട്. ഏറ്റവും നന്നായി കാലത്ത് ഇറങ്ങുന്ന സിനിമകളിലൊക്കെ കൂടുതൽ ചിരിപ്പിക്കുന്ന, ഏറ്റവും നല്ല രീതിയിൽ ഫൺ ചെയ്യുന്ന, കൂടുതൽ ആൾക്കാർക്ക് ജോമോനെ കാണുമ്പോൾ തന്നെ തിയേറ്ററിൽ ആൾക്കാർ ചിരിച്ചു കൊടുക്കുകയും കൈയടിക്കുകയും ചെയ്യും. പക്ഷെ നമ്മുടെ സിനിമയിലെ ജോമോൻ എന്ന് പറയുന്ന ജോമോൻ ചെയ്യുന്ന ക്യാരക്ടർ ജോമോൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത, നമുക്ക് വേണമെങ്കിൽ നമുക്കൊരു റീഇൻട്രൊഡ്യൂസിങ് ജോമോൻ ജ്യോതിർ എന്ന കോലത്തിൽ പറയാൻ പറ്റുന്ന ഒരു സിനിമയാണ് പ്രേംപാറ്റ. അതാണ് ജോമോന് ഞങ്ങൾക്ക് കൊടുക്കാനുള്ള ഏറ്റവും വലിയൊരു ഗിഫ്റ്റാണ് ഇതിലെ കേന്ദ്ര കഥാപാത്രം എന്നാണ് എനിക്ക് നിങ്ങളുടെ മുന്നിൽ കൂടി പറയാനുള്ളത്. ദ സെയിം വേ ജുനൈസ്, നമുക്കറിയാം നമ്മളെല്ലാം ജോയിച്ചേട്ടൻ്റെ പണി എന്നുള്ള സിനിമയിൽ ജുനൈസ് ഞെട്ടിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കറിയുന്ന ജുനൈസ് പണിയുടെ 7 അയലത്ത് പണിയെടുക്കൂല, അതൊന്ന്. രണ്ടാമത് അതിൻ്റെ 7 അയലത്ത് എത്താത്ത ഒരാളാണ്. അപ്പോൾ അത് ശരിക്കും എന്താണോ ജുനൈസ്, ആ ജുനൈസിന് ശരിക്കും ഇതൊരു ജുനൈസിൻ്റെ സേഫ് സോണിൽ നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. ജുനൈസിന് ഏറ്റവും ആൾക്കാർക്കൊക്കെ കാണാൻ താല്പര്യമുള്ള, ഇൻസ്റ്റഗ്രാമിലൂടെ ഒക്കെ നമ്മൾ കണ്ട് ശീലിച്ചിട്ടുള്ള ഏറ്റവും നല്ല രീതിയിൽ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന ക്യാരക്ടറാണ്. പിന്നെ എടുത്ത് പറയുന്നത് സാഫിനെ കൂടെ ഞാൻ പറയുന്നുള്ളൂ, എല്ലാവരും കൂടി പറഞ്ഞിട്ട് ഞാൻ സമയം കളയുന്നില്ല. സാഫ് ഈ പറഞ്ഞ പോലെ ജോമോനോളം പ്രാധാന്യമുള്ള സാഫ്, ജുനൈസ്, അതുപോലെ തന്നെ ജോമോൻ എന്ന ഒരു ത്രയം ആയിട്ടാണ് ഈ ഒരു ക്യാമ്പസിനകത്ത് ഇതിലുള്ളത്. തുല്യ പ്രാധാന്യമുള്ളൊരു ക്യാരക്ടറാണ് അത്. സാഫിനും കരിയറിലെ ഏറ്റവും നല്ല ക്യാരക്ടറുകളിൽ ഒന്നാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. അപ്പം എന്തായാലും സിദ്ദിഖേട്ടൻ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മലയാള സിനിമയിലെ വൺ ഓഫ് ദി മോസ്റ്റ് എക്സ്പീരിയൻസ്ഡ് ആക്ടേഴ്സ്. കഴിഞ്ഞ 40 വർഷമായി എത്രയോ വ്യത്യസ്തമായ കഥാപാത്രങ്ങളെ എത്തുന്നു. സിദ്ദിഖേട്ടൻ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു മൊമെന്റോ നൽകി പ്രേംപാറ്റയുടെ ഈ ഒരു സിനിമാ ജീവിതത്തിലേക്ക് വെൽക്കം ചെയ്യുകയാണ്. അദ്ദേഹവും അതിന്റെ കൂടെ തന്നെ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. സോ നല്ലൊരു കൈഡി ഫോർ ദ യുവ താര നിര ഓഫ് പ്രേംപാറ്റ, ദ ബോയ്സ്. ഒരു ഫോട്ടോ എടുക്കും, ഒരുമിച്ച് നിന്ന് നല്ലൊരു ഫോട്ടോ എടുക്കും. LK അവതരിപ്പിക്കുന്ന പ്രേംപാറ്റയിലെ ദ ഹാൻസം യങ് മാൻ ആൻഡ് സിദ്ദിഖേട്ടൻ. യങ് ആണ്. താങ്ക് യു സോ മച്ച്. നമസ്കാരം രാമകൃഷ്ണൻ സാർ. സ്റ്റുഡിയോ ഔട്ട്സൈഡേഴ്സിന്റെ പ്രേംപാറ്റ എന്ന സിനിമയുടെ ലോഞ്ച് പരിപാടിയിലേക്ക് സ്വാഗതം. ആശംസകൾ അർപ്പിക്കാനുള്ള സമയമാണ്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പ്രിയ സുഹൃത്തുക്കളായ ആമിറിൻ്റെ, ലിജീഷിൻ്റെ പുതിയ സിനിമ പ്രേംപാറ്റ എന്നുള്ള അനൗൺസ് ചെയ്തിരിക്കുകയാണ്. വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. മലയാള സിനിമ തന്നെ വല്ലാതെ മാറുന്നൊരു കാലത്ത് പുതിയ ചെറുപ്പക്കാരുടെ കഥയുമായിട്ട് നമ്മൾ ആ ചെറുപ്പക്കാരെ ഇപ്പോൾ സ്റ്റേജിൽ ഇപ്പോൾ കണ്ടു കഴിഞ്ഞു. അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്നൊരു സിനിമയാണ് വരാൻ പോകുന്നത്. ഏറ്റവും പുതിയ കാലത്ത് ആളുകളോട് സംവദിക്കാനും പ്രേക്ഷകർ ആരാണെന്ന് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് സിനിമ എടുക്കാനൊക്കെ കഴിയുന്ന 2 പേരുടെ സിനിമയാണ് വരാൻ പോകുന്നത്. എല്ലാവിധ ആശംസകളും നേരുന്നു. പ്രേംപാറ്റ അതിഗംഭീരമായൊരു വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ അമീറിൻ്റെ പ്രൊഡക്ഷൻ ഹൗസ് കൂടുതൽ മികച്ച സിനിമകൾ എടുത്ത് മലയാള സിനിമയെ ധന്യമാക്കട്ടെ എന്നും ആഗ്രഹിക്കുന്നു. എനിക്കിവിടെ വലിയൊരു സന്തോഷമുള്ള നിങ്ങളെ ഒരുപാട് പേര് കാണാൻ ഒരവസരം കിട്ടിയത്. ഞാൻ ഈ കഥയും നോവലും ഒക്കെ എഴുതുന്ന ആളാണ്. സിനിമയായിട്ട് അത്ര അധികം ബന്ധമുണ്ടെന്ന് പറയാൻ വയ്യ. എൻ്റെ കഥകളൊക്കെ നിങ്ങൾ ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും എല്ലാവരെയും ഒരുമിച്ച് കാണാനും
ഇങ്ങനൊരു ചടങ്ങിൻ്റെ ഭാഗമാകാനും ഒക്കെ കഴിഞ്ഞതിൽ വലിയ സന്തോഷം, സ്നേഹം. നമസ്കാരം. താങ്ക് യു സോ മച്ച് സർ. ഒരു ചെറിയ അഭ്യർത്ഥനയുണ്ട്. നമ്മുടെ ഈ ഒരു സിനിമയുടെ ഭാഗമായ 2 ആർട്ടിസ്റ്റിന് ഒരു മെമെന്റോ കൊടുക്കലാണ്. അതൊരു ചെറിയ ആർട്ടിസ്റ്റ് അല്ല, നിരവധി വർഷത്തെ എക്സ്പീരിയൻസ്. ഇൻഫാക്ട് ഇവർക്ക് 2 പേർക്കും 20 വർഷത്തിൻ്റെ എക്സ്പീരിയൻസ് ആണ് മലയാള സിനിമയിൽ. അതുകൊണ്ട് ഇവർ 2 പേരെയും മെമെന്റോ സ്വീകരിക്കുമ്പോൾ ഒരുമിച്ച് വിളിക്കാനുള്ള എനിക്ക് ആഗ്രഹമുണ്ട്. മയൂഖം എന്ന സിനിമയിലൂടെയാണ് ഈ കലാകാരനും ഈ കലാകാരിയും അവരുടെ സിനിമാ ജീവിതം തുടങ്ങിയത്. ഈ 2025 ഇവർ 2 പേരും 20 വർഷം പൂർത്തിയാക്കുന്നു. അതും ചുമ്മാ പൂർത്തിയാക്കുകയല്ല, മലയാള സിനിമയിൽ വളരെ സക്സസ്ഫുൾ ആയ നടന്മാർ എന്ന പേര് സ്വന്തമാക്കി അവരുടെ അമേസിംഗ്ലി ബ്രില്യൻറ്റ് അഭിനയത്തിലൂടെ നമ്മളുടെ എല്ലാവരുടെയും നെഞ്ചിൽ ഒരു പെർമനൻറ്റ് സ്ഥാനം നേടിയ 2 വ്യക്തികളാണ്. ഓൾറെഡി നമ്മളുടെ ഫ്രണ്ടിൽ തന്നെ അവരിയ്ക്കുന്നുണ്ട്. ആൻഡ് ഇന്നത്തെ ദിവസം കൂടുതൽ സ്പെഷ്യൽ ആക്കുന്ന മറ്റൊരു കാരണം കൂടിയുണ്ട്. സ്റ്റുഡിയോ ഔട്ട്സൈഡേഴ്സ് അവതരിപ്പിക്കുന്ന പ്രേം പാറ്റ എന്ന സിനിമയിൽ ഈ 2 വ്യക്തികളെയും വീണ്ടും ഒരുമിച്ച് നമുക്ക് കാണാൻ സാധിക്കും. അത് മറ്റാരുമല്ല, ലെറ്റ്സ് ഗിവ് ഇറ്റ് അപ്പ് ഫോർ ദി വണ്ടർഫുൾ മമത മോഹൻദാസ് ആൻഡ് ദി ഫാന്റാസ്റ്റിക് സൈജു കുറുപ്പ്. വേദിയിലേക്ക് 2 പേരെയും ക്ഷണിക്കുന്നു. ശ്രീ TD രാമകൃഷ്ണൻ സർ ഇവർക്ക് 2 പേർക്കും ഒരു മെമെന്റോ നൽകി ആദരിക്കുന്നു. നല്ലൊരു കൈഡി കൊടുക്കാം ഫോർ ബോത്ത് ദീസ് വണ്ടർഫുൾ ആക്ടേഴ്സ്. സൈജു, ആക്ച്വലി നിങ്ങൾ 2 പേരെയും സെപ്പറേറ്റ്ലി വിളിക്കണം എന്നൊക്കെ ആയിരുന്നു ഞങ്ങൾക്ക് ആഗ്രഹം. ബട്ട് ഇറ്റ്സ് സച്ച് എ മൊമെന്റസ് ഒക്കേഷൻ അല്ലേ? Ladies first, let's do it. Like I said, 2 പേരെയും സെപ്പറേറ്റ്ലി വിളിക്കേണ്ടാത്ത അക്കംപ്ലിഷ്മെന്റ്സ് ഉള്ള ആർട്ടിസ്റ്റ് ആണ് നിങ്ങൾ 2 പേരും. ബട്ട് ഇന്നത്തെ ഈ ഒരു സമയത്ത് നിങ്ങൾ ഒരുമിച്ച് വീണ്ടും ഒരു ചിത്രത്തിൽ വരുമ്പോൾ, അതും 20 വർഷത്തെ ഒരു ജേർണി കംപ്ലീറ്റ് ചെയ്യുമ്പോൾ, tell us how was it being back? But before that, welcome to Prem Pata. Thank you very much. Thank you, Ranjini. Actually today we need to be called together, അല്ലേ? സൈജു ഞാനും 20 വർഷം മുമ്പാണ് ഈ ഒരു ജേർണി തുടങ്ങിയത് ഇൻ ടു മലയാളം സിനിമ. ഇൻഫാക്ട് വി ഹാവൻറ്റ് റീച്ച് ദാറ്റ് ഡേ യെറ്റ്. ഇറ്റ്സ് ഇൻ നവംബർ ആൻഡ് വെരി ഹാപ്പി ടു ബി ഹിയർ. താങ്ക് യു ഓൾ ഫോർ കമ്മിങ്. ഈ 20 വർഷത്തിൻ്റെ ഒരു ജേർണി ഹാസ് ബിൻ അമേസിങ് ആൻഡ് it's always been a challenge to win the hearts of Malayali audience, right? Appam inni oru occasion la I just want to say that I'm very happy to be a small part of this project. And I'll go back to the inception of it because adimai Lijeesh vechitana idu thodangandathu, because Lijeesh, who is the writer of this film, I know him for a few years now, and Lijeeshinte chiri ennum ഒരു തവണ ലിജീഷിനെ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരാളും ലിജീഷിന്റെ ചിരി മറക്കില്ല. ലിജീഷിന്റെ പേര് മറക്കുമായിരിക്കും, പക്ഷെ ചിരി മറക്കും. സോ ലിജീഷ് എന്നെ വിളിച്ച് പറയാണ്, ഞാനൊരു കഥ പറയാം, ആ കഥ കേട്ടതിന് ശേഷം വേണ്ടാന്ന് പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞു, നിങ്ങളാദ്യം കഥ പറ. ലിജീഷ് ഇസ് എ ബ്യൂട്ടിഫുൾ റൈറ്ററാണ്. ഒരുപാട് നോവൽസ് എഴുതിയിട്ടുണ്ട്, സിനിമകൾക്ക് കഥ ഐഡിയേറ്റ് ചെയ്തിട്ടുണ്ട്. I would call him an expressionist, and expressionistന്റെ exact definition നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ please go and yes, check the dictionary. He is an expressionist, and did I fall for it? ഞാൻ മാത്രമല്ല, കഥ നെറേറ്റ് ചെയ്തത് വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. And then at the end of it ഞാൻ പറഞ്ഞു, അല്ല കഥ കേട്ടിട്ട് വേണ്ടാന്ന് പറയാൻ തോന്നില്ലല്ലോ ലിജീഷേ എന്ന് പറഞ്ഞു. ഈ കഥയിൽ ഞാൻ എന്താ ചെയ്യുന്നത് എന്നുള്ളത് സസ്പെൻസ്. ആമിർ വിൽ ഡെഫിനറ്റ്ലി നോട്ട് വോണ്ട് മീ ടു സേ എനിത്തിങ് അബൌട്ട് ഇറ്റ്. എല്ലാവരുടെ മിണ്ടിപ്പോരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ബട്ട് ന്യൂ ജെൻ്റെ ഒരു കൂട്ടായ്മയുടെ ഒരു ഭാഗമാകാൻ കഴിയുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ലെറ്റ്സ് റീലോഞ്ച് ജോമോൻ. ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ്. ആൻഡ് ദി എൻറ്റയർ കാസ്റ്റ്. Saiju of course is there, but Siddika, very happy to be working with you again. So many familiar faces. I worked with Shaji, who's the cameraman for our film. Inna Shaji apne illa. Liston, thank you so much for being here and doing the launch of Studio Outsiders. Wishing you all the very best. The challenge of being at the helm of production is not a small feat. It's a big one, but I assure you that we're all in this together and we'll make it a beautiful journey. I just wanna, I guess that's about it. വേറെ ഒന്നുമില്ല പറയാൻ. ആമിറിൻ്റെ വേറെ പ്രോജക്ട്സ് ഞാൻ കണ്ടിട്ടുണ്ട്. I've seen your work and I hope we are able to ഈ സിനിമയുടെ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് ആക്ച്വലി ഈ സിനിമയുടെ കഥയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അത് തന്നെയാണ് മെയിൻ USP. സോ തീർച്ചയായിട്ടും നല്ലൊരു സിനിമ സ്റ്റുഡിയോ ഔട്ട്സൈഡേഴ്സിൻ്റെ ആദ്യത്തെ പ്രോജക്റ്റായിട്ട്
ലോഞ്ച് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാൻ സാധിക്കും. നേരത്തെ പറഞ്ഞതുപോലെ ബാക്ക് ബോൺസ് ഒരുപാടുണ്ട്. ആമിറിന് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന നല്ല മനസ്സുള്ള കൊലീഗ്സ് ഈ ഇൻഡസ്ട്രിയിൽ ഓൾറെഡി ഉണ്ട്. സോ ഐ എം ഷുവർ ദാറ്റ് ദിസ് ഫിലിം വിൽ നോട്ട് ജസ്റ്റ് not just Studio Outsiders എന്നുള്ള പേരുള്ളത് കൊണ്ടാണ് I'm like okay, it's gonna it's not just what, when you say the word outsiders, it just brings me, ഞാനിപ്പോൾ 2 വർഷമായിട്ട് I have been an outsider because I've been focused fully in Tamil cinema. 2 തമിഴ് സിനിമ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തതിന് ശേഷം ഈ വർഷം ഒരു few months ago ആണ് ഞാൻ എൻ്റെ 2ാമത്തെ തമിഴ് സിനിമ ഫിനിഷ് ചെയ്തത്. and I was just hoping that ഈ വർഷം തീർച്ചയായിട്ടും വീണ്ടും ഞാനൊരു ഇൻസൈഡർ ആവണം. അപ്പോഴാണ് ഇതുപോലെ ഒരു കഥ, ഒരു നല്ലൊരു കഥയുമായിട്ട്, നല്ല കഥ തന്നെ വേണമെന്ന് ഭയങ്കര നിർബന്ധമായിരുന്നു. ലിജീഷ് നല്ലൊരു കഥയായിട്ട് മുന്നോട്ട് വന്നത്. താങ്ക് യു സോ മച്ച്. ആൻഡ് ഈ വർഷം തന്നെ ഈ സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങും വിത്തൗട്ട് being vacant from Malayalam screen for a long time. I'm very happy to be a part of this project. അപ്പം ഔട്ട്സൈഡ് ഉള്ള ആൾക്കാരെ അപ്പീൽ ചെയ്യാൻ ആസ് മലയാളം സിനിമ is doing really really well, വളരെ എളുപ്പമാണെന്നാണ് എൻ്റെ ഒരു ധാരണ. ബിക്കോസ് ഇൻസൈഡേഴ്സിനെ കൺവിൻസ് ചെയ്യാൻ നമ്മുടെ മലയാളീസിനെ കൊണ്ട് മലയാള സിനിമ ഇഷ്ടപ്പെടിപ്പിക്കാൻ ശരിക്കും ഈസി അല്ല. സോ our ഓഡിയൻസ് ഏറ്റവും ക്രിട്ടിക്കലാണ് ഓഫ് our സ്റ്റോറീസ്, ഓഫ് our ആക്ടിങ്, ആൻഡ് ദിസ് ഇസ് വാട്ട് മേക്സ് us excel and cross boundaries. So I hope all you new gen kids who are sitting out here, I wish you all the very best. Let it be a mark in your career, let it be a huge leap. Wishing you all the very best from the bottom of my heart, and let's rock this film Prem Pata. Okay, handing over the mic to Saiju. You have one. എല്ലാവർക്കും നമസ്കാരം. രഞ്ജിനി എൻ്റെ ബാഡ്മിൻ്റൺ പട്ടിയാണ്. ഞങ്ങൾ ഒരുമിച്ച് CBAയിൽ കളിച്ചായിരുന്നു. ഞാൻ സെലക്ഷന് പോകാത്തത് കൊണ്ട് എന്നെ അവർ സെലക്ട് ചെയ്തു. പോയിരുന്നെങ്കിൽ ചിലപ്പോൾ സെലക്ട് ചെയ്യില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് കളിച്ചു. കമ്മിങ് ടു പ്രേം പാറ്റ, ലവ് കോക്രോച്ച്. നമ്മുടെ ആമിറിനെ എനിക്ക് നേരത്തെ അറിയാം. ആയേഷയുടെ ഒരു പാട്ട് യൂട്യൂബിൽ വന്നു, ഭയങ്കര രസമുള്ള പാട്ട്. പ്രഭുദേവ കമ്പോസ് ചെയ്യുന്നു, മഞ്ജു വാര്യർ മനോഹരമായിട്ട് പെർഫോം ചെയ്യുന്നു. റാസൽ ഖൈമയിൽ ഷൂട്ട് ചെയ്തു അല്ലേ? അപ്പോൾ ഹാരിസ് ദേശം പറഞ്ഞായിരുന്നു അവിടെ രാത്രികളിലൊക്കെ അവർ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഹാർഡ്ഷിപ്സ് ഉണ്ടായിട്ടുണ്ട്. ആ സമയത്താണ് ഈ പാട്ട് കണ്ടും കേട്ടും ആ ഒരു എക്സൈറ്റ്മെന്റിൽ നിൽക്കുമ്പോഴാണ് ഒരു ദിവസം ഹാരിസ് ദേശത്തിൻ്റെ കൂടെ ആമിറിനെ ഞാൻ പരിചയപ്പെടുന്നത്. എൻ്റെ ജാനകി ജാനയുടെ സെറ്റിൽ. കറക്റ്റ്. ആൻഡ് അമേസിങ് ഗായ്, വെരി സ്വീറ്റ് ഗായ്. അതിനുശേഷം ഇവർ രണ്ടുപേരും കൂടെ ഞാൻ ഇഡിയും കണ്ടു. ഇഡി വേറൊരു ടൈപ്പ് ഓഫ് സിനിമ, സുരാജിൻ്റെ വേറൊരു പരിപാടിയും, ആ കഥ തന്നെ ഒരു വേറൊരു പരിപാടിയാണ്. അത് കാണണം കേട്ടോ. അത് നമ്മുടെ ഫാമിലിയിലൊക്കെ വേണമെങ്കിൽ നമുക്കത് വർക്കൗട്ട് ചെയ്യാവുന്നതാണ്. ഉഗ്രൻ കഥയാണ്. അതെ. അതിനുശേഷം ലിജീഷുമായിട്ട് നമ്മുടെ ഈ കഥ പറയാൻ വേണ്ടിയിട്ട് എൻ്റെ ഓഫീസിൽ വരുന്നു. ലിജീഷ് നമ്മളെല്ലാവരും കണ്ടതുപോലെയും നമ്മളെല്ലാവരും സംസാരിച്ച പോലെയും മമത ഇപ്പോൾ പറഞ്ഞ പോലെയും എപ്പോഴും ഒരു സ്മൈലിംഗ് ഫേസാണ്. അദ്ദേഹം കഥ പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ പിന്നെ നമ്മുടെ കണ്ണുകൾ മാറില്ല. ഇദ്ദേഹത്തിൻ്റെ കണ്ണിൽ തന്നെ ഇങ്ങനെ ഉടക്കി മൊത്തം കഥ കേട്ടു. അപ്പോൾ തന്നെ പിന്നെ തീരുമാനം ഞാൻ ആമിറിൻ്റെ പടമായതുകൊണ്ട് ഓൾറെഡി ഞാൻ ഇന്നായിരുന്നു. ബിക്കോസ് 2 പടങ്ങളും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമകളാണ്. പിന്നെ കഥ കേൾക്കുക, അതിനകത്ത് കഥാപാത്രം എന്താണെന്ന് അറിയുക. പിന്നെ ഞാൻ എല്ലാ ദിവസവും ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, ദൈവമേ എനിക്ക് സപ്പോർട്ടിങ് റോള് തരൂ. ഞാൻ ഈ ഇൻ്റർവ്യൂസിൽ കയറി പറയുന്നുണ്ട്, ആരും കേൾക്കുന്നില്ല ഇൻ്റർവ്യൂസൊക്കെ. അപ്പോൾ യൂട്യൂബിലെ ഇൻ്റർവ്യൂസ് ഇപ്പോൾ കുറേ ഇങ്ങനെ വരുന്നത് കൊണ്ടേ ആൾക്കാരൊന്നും കാണുന്നില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഒരു ലൈവൊക്കെ പോകാമെന്ന് വിചാരിച്ചു, ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ. എനിക്ക് സപ്പോർട്ടിങ് റോള് കിട്ടുന്നില്ല. എല്ലാവരും എന്നെ നായകനാണ് ആക്കുന്നത്. എന്നാൽ ഇവിടെ ഒരു നായകനായിട്ടൊരു ബ്ലോക്ക് ബസ്റ്റർ കിട്ടിയിരുന്നെങ്കിൽ അത് കുഴപ്പമില്ല. അപ്പോൾ അത് സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഇത് എന്നുവരെ ഈ വണ്ടി പോവും, ഈ വലിയ വണ്ടി? അപ്പോൾ പാരലായിട്ട് നമ്മൾ ചെറിയ വണ്ടി സപ്പോർട്ടിങ് ആക്ടർ എന്നുള്ള സാധനം കൊണ്ടുപോകണ്ടേ? അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഭഗവതിയോട് പ്രാർത്ഥിച്ചു, മാതാവിനോട് പ്രാർത്ഥിച്ചു. അങ്ങനെ എനിക്കറിയാവുന്ന എല്ലാ മതത്തിലെയും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. എല്ലാ മതത്തിലെയും ദൈവങ്ങളോട് ഞാൻ പ്രാർത്ഥിച്ചു. എനിക്കൊരു സപ്പോർട്ടിംഗ് റോള് ദൈവത്തെ ഓർത്ത് തരും. അങ്ങനെ ആമിർ ഒരു സപ്പോർട്ടിംഗ് റോളുമായിട്ട് വന്നു. ആകാശ് വെള്ളത്തൂവൽ, അതാണ് എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര്. ഉഗ്രൻ കഥാപാത്രമാണ്.
എന്തായാലും ഇറങ്ങുന്ന സമയത്ത് നമുക്ക് പൊളിക്കാൻ ചേട്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്കറിയില്ല പൊളിക്കുമില്ലെന്ന്, പക്ഷെ നമുക്ക് നോക്കാം എന്തായിരിക്കും സംഭവിക്കാൻ പോണെന്ന്. അതെ അതെ. അപ്പം അങ്ങനെ ഇന്നിപ്പോൾ ഒരു മൊമെൻ്റോ കിട്ടി പ്രേം പാറ്റയുടെ. ഇതിനേക്കാളും വലിയൊരു മൊമെൻ്റോ ഈ പടം റിലീസായതിനു ശേഷം നമുക്ക് എല്ലാവർക്കും അത് കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് പ്രേം പാറ്റയ്ക്ക്, പ്രത്യേകിച്ച് നമ്മുടെ ഹീറോ ജോമോൻ ജ്യോതിർ ആൻഡ് ദ എൻറ്റയർ യങ്സ്റ്റേഴ്സ് ടീം. എനിക്ക് പലരെ അറിയാം. ജുനേസ് ആറ്റ് കോൾഡ് യു ആഫ്റ്റർ പണി, അശ്വനാടിയർ അഭിനയിച്ചിട്ടുണ്ട്. ബാക്കി കുറച്ച് പേരൊക്കെ എനിക്ക് പുതുമുഖങ്ങളാണ്. ഇന്നസെൻറ്റ് ഇസ് ദെയർ. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കട്ടെ ആമിറിൻ്റെ സെറ്റ്. ആൻഡ് പ്രൊഡക്ഷൻ കമ്പനിക്ക് സ്റ്റുഡിയോ ഔട്ട്സൈഡേഴ്സ്, അതിന് എല്ലാവിധ ഭാവങ്ങളും. ഒരുപാട് സിനിമകൾ ഇവർ ചെയ്യട്ടെ. മാജിക് ഫ്രെയിംസ് പോലത്തെ ഒരു വലിയ ഒരു എന്താണ് സ്റ്റുഡിയോയായി മാറട്ടെ, ഒരു കമ്പനിയായി മാറട്ടെ. ആൻഡ് അതിൻ്റെ അകത്ത് ഇടയ്ക്കൊക്കെ ഈ പറഞ്ഞ പോലെ സപ്പോർട്ടിംഗ് റോളായിട്ടൊക്കെ എന്നെയൊക്കെ വിളിച്ച് ഒരുപാട് സന്തോഷം. താങ്ക് യു. പിന്നെ വേറൊരു കാര്യം, 1983 ശേഷം സഞ്ജു ശിവറാമുമായിട്ട് ഞാൻ അഭിനയിക്കാൻ പോകുന്ന പടമാണ്. സഞ്ജുവായിട്ട് ആകെ ഒരു പടം ചെയ്തിട്ടുള്ളൂ, അത് 1983 ആയിരുന്നു. അതിനുശേഷം പിന്നെ ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ നമ്മുടെ രാജേഷൊക്കെ നമ്മൾ ആൻഡ്രോയിഡ് കുഞ്ഞപ്പനിൽ ആദ്യമായിട്ട് വർക്ക് ചെയ്തു. പക്ഷെ അതേ ഉള്ളല്ലേ, അത് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എന്തായാലും പല ആൾക്കാരായിട്ട് ആദ്യമായിട്ട് അഭിനയിക്കാൻ പോകുന്നു, രണ്ടാമത്തെ പ്രാവശ്യം അഭിനയിക്കാൻ പോകുന്നു. ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു. താങ്ക്സ് എ ലോട്ട്. അപ്പൊ ആകാശ് വെള്ളത്തുവലിനെ കാണാൻ ഞങ്ങളും കാത്തിരിക്കുന്നു. സൈജു ആൻഡ് മമത, വി ആർ സോ എക്സൈറ്റഡ് നിങ്ങളെ രണ്ടുപേരെയും പ്രേം പാറ്റയിൽ കാണാൻ. അത് മാത്രം